ഗണേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1430 ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ S ബാലചന്ദ്രൻ ആണ്. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഡോക്ടർ 10 വർഷത്തോളം സെക്രട്ടേറിയറ്റിലെ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ആണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. ഡോക്ടർ എത്തിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരം. പിന്നെ ഇന്ന് നമ്മുടെ ഈ ബാലേന്ദ്രൻ ഡോക്ടർ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ പൊതുജനാരോഗ്യ ബില്ലുമായിട്ടുള്ള ചർച്ചയിൽ എന്നോട് ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത്. അങ്ങനെ ഞാൻ ഒരിക്കൽ സാറിനോട് പറഞ്ഞു, IFPHന് ഇങ്ങനെ ഒരു സൂം പ്രോഗ്രാം ഉണ്ട്, സാറിൻ്റെ അനുഭവങ്ങളൊന്ന് പങ്കുവച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ തീർച്ചയായും ഞാൻ ഒരു ദിവസം വരാം എന്നൊക്കെ പറയുകയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ വന്നതും എന്നോട് ഇന്നത്തേക്ക് തന്നെ വെച്ചോളാൻ പറഞ്ഞതും. നമ്മൾ അങ്ങനെ ഇന്ന് ഫിക്സ് ചെയ്തു. അല്പം മുമ്പ് 8 മണിയായപ്പോൾ 8:15 എന്നെ വിളിച്ചിരുന്നു. ഞാൻ 8:45 ജോയിൻ ചെയ്യേണ്ട, അത്യാവശ്യമായിട്ട് പുറത്തു വരെ ഒന്ന് പോവുകയാണ്, ഉടനെ തന്നെ വരും. അങ്ങനെ വരാമെന്ന് പറഞ്ഞെങ്കിലും സാർ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. എത്തിയതെന്നൊരു സംശയമുണ്ട്. ഞാനൊന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ചികിത്സാനുഭവങ്ങൾ വളരെ നല്ല അനുഭവങ്ങളാണ്. കാരണം ഒരു പ്രത്യേക, ഞാൻ ശാന്തേന്ദ്രൻ ഡോക്ടറെ എന്ന് വിളിക്കുകയാണ്. ഡോക്ടറുടെയൊക്കെ ഒരു പ്രോഗ്രാമിൽ കൃത്യമായി പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഡോക്ടറുടെ കുറിച്ച് 2 വാക്ക് പറയുന്നതിനായിട്ട് ശാന്തേന്ദ്രൻ ഡോക്ടറെ എന്ന് ക്ഷണിക്കുകയാണ്. അമ്പാടി ഡോക്ടർ ഉണ്ടല്ലോ, അമ്പാടി ഡോക്ടർ. ശാന്തചന്ദ്രൻ മാഡം തുടങ്ങാൻ പോയി. ശാന്തചന്ദ്രൻ മാഡം ഉണ്ട്. ബാലേന്ദ്രൻ ഡോക്ടറിനെ കുറിച്ചാണോ പറയണ്ടേ? അതെ അതെ. ഡോക്ടറെ വളരെ നല്ല അനുഭവങ്ങളാണ്. ഡോക്ടറെ പ്രോട്ടോകോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ചികിത്സയാണ്. പിന്നെ തൈറോയ്ഡ് കംപ്ലൈന്റിന് ഡോക്ടർ പറഞ്ഞ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഡോക്ടർ പറയുന്ന പോലെ ഒരു രോഗി വന്ന് നമ്മള് ക്ലാസിക്കൽ രീതിയിൽ കേസ് എടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് സമയങ്ങളും അത് അങ്ങനെ എടുക്കുന്നത് നല്ലത് തന്നെ, അത് വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ തിരക്കുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് രോഗികൾക്ക് ആശ്വാസം കൊടുക്കണം. അതിന് നമുക്ക് പറ്റിയ ഒരു കേൾക്കാവോ ശൈല? കേൾക്കാവോ? അപ്പൊ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഒരു പ്രോട്ടോകോൾ, എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഡോക്ടർക്ക്. അപ്പൊ ഈ തൈറോയിഡിന്റെ പ്രോട്ടോകോൾ വളരെ എഫക്റ്റീവാണ്. അതൊരു 20 ദിവസത്തിലൊരിക്കൽ കൊടുക്കാനായിട്ടാണ് തൈറോയിഡ്. ഡോക്ടർ തന്നെ പറയുമായിരിക്കും, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ വളരെ എനിക്ക് എന്റെ അനുഭവത്തില് വളരെ നല്ല. പിന്നെ എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ പിന്നെ ഒരു ചെസ്റ്റ് പെയിനും, ധനേഷ് ഡോക്ടർക്ക് അറിയാം, എപ്പോഴും ഈ പുറത്തോട്ട് പോകുമ്പോ, എന്റെ സ്വന്തം അനുഭവം പറയാം, പുറത്തോട്ട് പോകുമ്പോ നടക്കുമ്പോ ചെസ്റ്റ് പെയിൻ വന്ന് സോർബിട്രേറ്റ് വെക്കേണ്ട ഒരു ഹാർട്ട് കംപ്ലൈന്റും കൂടെ ഉള്ള ആളാണ്. പക്ഷെ ബാലേന്ദ്രൻ ഡോക്ടറിന്റെ പ്രോട്ടോകോളും പ്രകാരം ഞാൻ എൻ്റെ അടുക്ക ഒരു 3 ദിവസത്തെ ഈ 20 ദിവസം ഇടവിട്ട് ഒരു മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തിട്ട് വളരെ ഒരു 2 കോഴ്സ് കഴിഞ്ഞ പിന്നെ ഇപ്പൊ സോർബിട്രേറ്റ് ഉപയോഗിക്കാറില്ല. അപ്പൊ ഞാന് ഡോക്ടറെ ക്ലാസ്സാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ച് ഡോക്ടറോട് നേരിട്ട് തന്നെ ഈ അനുഭവങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. ഡോക്ടർക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ, എന്താ വരാനെന്നുള്ളത് ഇതുവരെ കയറിയിട്ടില്ല. വളരെ വളരെ ഒരുപാട് അനുഭവങ്ങളുള്ള, കുറച്ച് മരുന്ന് കൊണ്ട് ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. വളരെ റയർ മെഡിസിനിലോട്ടൊന്നും പോകാതെ നമുക്ക് നമ്മുടെ പ്രോളിക്ലസ്റ്റർ കൊണ്ട് തന്നെ എന്തെല്ലാം മാജിക് കാണിക്കാന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയേക്കാൾ തൂജോപ്പതി എന്നാണ് ഡോക്ടർ പറയാറ്. തൂജയാണ് ഡോക്ടർ കൂടുതൽ. അതെ. അപ്പോ ഈ ഗവൺമെന്റ് സർവീസിലായതുകൊണ്ട് ഒരുപാട് രോഗികളെ ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഡോക്ടർ. നമുക്ക് എന്ത് പേഴ്സണലായിട്ട് നമ്മൾ ചോദിച്ചാലും ഡോക്ടർ ഉടനെ അതിനുള്ള പറഞ്ഞു തരുന്നതാണ് നമുക്ക്. അതുകൊണ്ട് ഒരുപാട് നന്ദിപൂർവ്വമാണ് ഡോക്ടറെ ഞാൻ ഓർക്കുന്നതും. ഇപ്പൊ നേരിട്ട് പറയാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഡോക്ടർ വരുമായിരിക്കും, വരട്ടെ. മാഡം, ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നല്ലോ, എന്ത് പറയാനാണ് ഡോക്ടർ? ഇപ്പൊ ഡോക്ടറെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ നെറ്റിന് ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് 5 മിനിറ്റ് കയറുന്ന രീതിയിൽ
കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അമ്പാടി ഡോക്ടറെ കൂടി ഒന്ന് വിളിക്കാം. അപ്പൊ ഇത് നമ്മുടെ മാഡം ഉണ്ടല്ലോ, കോഹോസ്റ്റ് ആണ്, ഇതിലും കാണുന്നില്ല. എനിക്ക് ബാലേന്ദ്രനെ പറ്റി പറഞ്ഞ പോലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ എപ്പോഴും ബാലേന്ദ്രൻ ഓരോ ഇത് ഇടാറുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ അതിനനുസരിച്ച് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പരിചയപ്പെട്ടു, ഒരു ദിവസം സംസാരിച്ചു. വളരെ വളരെ എന്താ പറയാ, നല്ല ഇത്രയും ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കുന്നല്ലോ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ നേരത്തെ ഫോൺ ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് സംസാരിച്ചു. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓരോ ഇത് വളരെ നല്ല, നമുക്ക് മനസ്സിലൊരു റെസ്പെക്ട് തോന്നുന്ന ഒരു സംസാര രീതിയാണ് ഡോക്ടറുടെ. എന്തായാലും ഞാനും ബാലേന്ദ്രന്റെ ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ നാനോനെയിൽ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ വരാൻ പറ്റിയില്ല ഡോക്ടർക്ക്. ഇപ്പൊ ഇതില് വരുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഇതിലെ കാണാലോ എന്ന് ഒരു ഇതിലിരിക്കുമ്പോ വന്നു. ഡോക്ടർ എത്തിയിട്ടുണ്ട് കേട്ടാ. അമ്പാടി മാഡം ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളേ ബാലേന്ദ്രൻ ഡോക്ടറെ. ഞാൻ കോഹോസ്റ്റ് ആക്കാണ്. അതെ, ധനേഷ് ഡോക്ടറെ 1 പിഴച്ച 3 ഇപ്പൊ 1, 2 കഴിഞ്ഞ്. അതുകൊണ്ടല്ല, നമ്മളെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആദ്യം മുതൽ തുടങ്ങണം. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മുതൽ തുടങ്ങണം. ഇനി നമസ്കാരം മുതൽ പറയണോ? അത് വേണമെന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ ബാലേന്ദ്രൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. നമസ്കാരം ഡോക്ടറെ. ഇപ്പൊ ഡോക്ടറെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ എസ് ബാലചന്ദ്രൻ സാറാണ്. ഡോക്ടർ സെക്രട്ടേറിയറ്റിൽ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ധാരാളം എക്സ്പീരിയൻസുകളും ഇപ്പൊ ഇതിനകം തന്നെ ശാന്താചന്ദ്രൻ മാഡവും അമ്പാടി മാഡവും ഒക്കെ നമുക്ക് ഡോക്ടർ ക്ലാസ് ഒരു സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അവർക്കുണ്ടായ അനുഭവങ്ങളും എല്ലാം ഇവിടെ പങ്കുവച്ചു. ഞങ്ങളെല്ലാം വളരെ സന്തോഷപൂർവവും ഒരു ഈഗർലി വെയിറ്റിംഗ് ഫോർ ദി ക്ലാസ് സാറിന്റെ. അപ്പൊ സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ ആദരപൂർവവും സന്തോഷപൂർവവും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാണ്ടോ? അൺമ്യൂട്ട് ചെയ്യ് സർ. സർ കോഹോസ്റ്റ് ആണ്. ലെഫ്റ്റ് കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് കോർണറിൽ കേക്കാം. ഹലോ, കേക്കാമല്ലോ? കേക്കാം. ഹലോ, കേക്കാം സർ. കേക്കാം സർ. കേക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് നമ്മളെ സംഘടനയ്ക്ക് ആദ്യമേ ഒരു താങ്ക്സ് പറയണം. കാര്യം ഞാനിപ്പോ ഈ കുറെ കാലമായി വെബിനാറൊക്കെ ചെയ്തിട്ട് ഇതിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനുള്ള താമസമായിരുന്നു ഈ വന്നത്. ഇപ്പം വ്യക്തമായിട്ടെല്ലാം കേൾക്കാമല്ലോ? കേൾക്കാം, നല്ലതുപോലെ കേൾക്കുന്നു. കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഈ 10-43 കൊല്ലം ഞാൻ ഈ ഇങ്ങനെ ഹോമിയോയിലെ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ള കൂട്ടത്തിലാണ്. പരീക്ഷണം എന്ന് വെച്ചാൽ ഞാൻ ആ കണക്കിന് വേണം നിങ്ങളത് കൈകാര്യം ചെയ്യാൻ. ശരി, അപ്പൊ നമ്മളെ സബ്ജക്റ്റിലോട്ട് ആകപ്പാടെ 1 മണിക്കൂർ തന്ന ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരു അരമണിക്കൂർ 1/4 മണിക്കൂർ ഇപ്പോഴേ പോയി. അപ്പൊ അടുത്ത എനിക്ക് പറയാനുള്ളത്, എന്നെ സാധാരണ എല്ലാവരും തൂജയുടെ ഒരാളെന്നാണ് പറയുന്നത്. ഏത് കംപ്ലൈന്റിനും തൂജ ആണ് എന്റെ. അപ്പൊ ഞാനും വിചാരിച്ചത് ഇന്നത്തെ ഈ വെബിനാറിൽ തൂജ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അതാണ് പറയുന്നത്. ഹലോ, പൂജയെ പറ്റി പറയുമ്പോൾ നമ്മളെ മയാസങ്ങളൊക്കെ പറയുമല്ലോ. എനിക്ക് മയാസത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല. ഈ തോറാസിഫിലിസ് സൈക്കോസിസ് ഒന്നും അങ്ങനെയുള്ള അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല. ഞാൻ പറയുന്ന പൂജയില് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ ഇറ്റ് ഈസ് ആന്റി ബാക്ടീരിയൽ.
ആന്റി ഫംഗൽ ആൻഡ് ആന്റി പ്രോട്ടോസോവൽ. ഈ 3 ഗുണങ്ങളാണ് അതിലുള്ളത്. അതാണ് ഞാൻ അതിന്റെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ തൂജയുടെ എന്റെ അനുഭവങ്ങളിൽ ഒന്നാമത്തെ അനുഭവം, ഞാൻ പഠിച്ച് പാസ്സായി വെളിയിലിറങ്ങി ഡിസ്പെൻസറി തുടങ്ങുക എന്ന് വെച്ചാൽ ഇന്ന് 44 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും ലീഡിംഗ് പ്രാക്ടീഷണർ ആയിരുന്നു ഡോക്ടർ ഒരു ഖാൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, തിരുവനന്തപുരം അട്ടക്കുളങ്ങര എന്ന് പറയുന്ന ഭാഗത്തുണ്ടായിരുന്നു. വളരെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. 1.5 കൊല്ലം ഒരു പട്ടാളത്തുകാരന് മരുന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഷേവ് ചെയ്യാതെ കംപ്ലീറ്റ് അരുമ്പാറയായി ഷേവ് ചെയ്യാതെ താടിയും വളർത്തി നടന്ന ഒരു മനുഷ്യനായി. അപ്പൊ ഈ 1.5 കൊല്ലം ഈ തൂജ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ ക്ലിനിക്ക് തുടങ്ങിയപ്പം ഈ മരുന്നാണ് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബോട്ടിൽ തൂജ കാണിച്ചു. അപ്പൊ ഞാൻ ഈ ഡിസ്പെൻസറി ഒക്കെ തുടങ്ങുന്ന സമയത്ത് ജർമ്മൻ ഒന്നുമല്ല, ഇന്ത്യൻ മരുന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഈ ഇത്രയും 1.5 കൊല്ലമായിട്ട് ഈ അരുമ്പാറ പോയില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ വേറെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ഇന്ത്യൻ മരുന്ന് ഒരു 6 ഡോസ് മെഡിക്കേറ്റ് എസ്എല്ലിൽ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കയ്യിൽ വെച്ചേരെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് പുള്ളി വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വ്യത്യാസമൊന്നും ഈ 2 ദിവസം കൊണ്ട് വരില്ല. എന്നിട്ട് ഞാനപ്പോ ഈ 1.5 കൊല്ലം കൊണ്ട് ഇതേ മരുന്നിന്റെ ജർമ്മൻ കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് ആവശ്യപ്പെട്ട് നിങ്ങളുടെ ആഹാര രീതി ഒന്ന് പറയാനുള്ള. അപ്പൊ പുള്ളി പറഞ്ഞ രാവിലെ ഒരു 4 ചപ്പാത്തി 1 സവാളയുമാണ് ആഹാരം. ഈ സവാള എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചു, സവാള ഏതായിരുന്നാലും ഒണിയൻ ഫാമിലിയിലുള്ളതിന് നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ സൾഫർ കണ്ടന്റാണ്. തൂജയ്ക്ക് സൾഫർ കണ്ടന്റ് ആയ തൂജ ആന്റിഡോട്ടാണ് സൾഫർ. ഒരു വേല ഈ പുള്ളിയുടെ ആഹാരത്തിൽ നിന്ന് ആ സവാളയെ ഒഴിവാക്കി. സത്യം പറഞ്ഞാൽ ഞാനും അന്തം വിട്ട് 1.5 കൊല്ലം കൊണ്ട് ഈ മരുന്ന് ഈ ജർമ്മൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളിന് വെറും ഇന്ത്യൻ മരുന്ന് കൊടുത്തതെന്ന് പറയണില്ല, ഈ ജർമ്മൻ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് പുള്ളിക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ക്ലീൻ ഷേവിൽ വന്നു. അതോടുകൂടി തൂജ ഉപയോഗിക്കുമ്പം ഞാൻ പ്രത്യേകം പറയും, റാ ഒണിയനും മുട്ടയുടെ മഞ്ഞ ഇത് 2 സൾഫർ കണ്ടന്റ് ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറയും. അത് എന്റെ ഒരു തൂജ വിജയമാണ്. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ തൂജ കൊടുക്കേണ്ട കംപ്ലൈന്റ് വരണ സമയത്തും ഞാൻ ഒഴിവാക്കാൻ പറയുന്ന ഒരു റാ ഒണിയനും പിന്നെ മുട്ടയുടെ മഞ്ഞയും ഇത് 2 ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഹോമിയോ ജനറൽ ആയിട്ടുള്ള പഥ്യങ്ങളൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കാൻ പറയായിരുന്നു. അപ്പം ആർക്കെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, തൂജ കുറേ ദിവസം കൊടുത്തിട്ട് ആവശ്യം കിട്ടിയില്ലെങ്കിൽ ഇത് 2 ആഹാരം ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റിന് കുറെ കൂടെ എളുപ്പമാവും, ആ ഒരു വിജയമായിരിക്കും. ഇനി തൂജയുടെ അടുത്ത അപ്പൊ എനിക്ക് കിട്ടുന്ന ഓരോന്നും ഞാൻ ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി എന്റെ കണക്കിനായിട്ടുള്ള ഞാൻ സയന്റിഫിക് ആയിട്ട് ഞാൻ ബോട്ടണി ഒക്കെ പഠിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം തൂജയുടെ ആ ഒരു ഇതിൽ തന്നെയുള്ള അടുത്ത പ്രയോജനം പറയണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. തൂജ കൊണ്ട് 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഒരു 9 കൊല്ലത്തിനകത്ത് വരും. വളരെ പ്രമാദമായ ഒരു ഇതാണ്. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ ഒരു തയ്യക്കാരൻ, പുള്ളി അനന്തപുരി ആശുപത്രിയിലെ തയ്യൽ മുഴുവനും അവിടെ തന്നെ കൊടുത്ത് മനസ്സിലാക്കി ഡിസീസ് ആണ്, ഉടനെ സർജറി ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇവിടെ പുട്ടാപുരത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഇത് മനസ്സിലാക്കിയതിനു ശേഷം അവര് അവിടെ പരിശോധിച്ചതുണ്ടും എല്ലാം കൊടുത്തു വിട്ട് തിരിച്ച് പുള്ളി ട്രെയിനില് കരുനാഗപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. എന്തോ സാറ് പറഞ്ഞത് തുടങ്ങിയ ഭാഗം കുറച്ച് മുറിഞ്ഞു പോയി സാറേ. ഹലോ, കുറച്ച് കേൾക്കാൻ. മെഡിക്കൽ കോളേജില് തുടങ്ങിയ പോയോ? റേഞ്ച് പോയെന്നോ തോന്നുന്നു, ഔട്ടായി. ഇല്ല സാറേ, ആദ്യം മെഡിക്കൽ കോളേജില് തുടങ്ങിയ കാര്യം കഴിഞ്ഞിട്ട് അങ്ങ് വിട്ടുപോയി.
റേഞ്ച് ഇല്ലായിരുന്നു, കേട്ടില്ല. സാറ് മ്യൂട്ടായിപ്പോയി. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായിപ്പോയി, ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാർ. ആ ലെഫ്റ്റ് സൈഡിലെ കോർണറിലൊന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ റെഡ് ഐക്കണിലൊന്ന് ക്ലിക്ക്. ആ, ഓക്കെ. റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന്. ഏത് ഭാഗം വെച്ചാണ് ആവശ്യമുള്ളത്? മെഡിക്കൽ കോളേജില് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ കാര്യം ഞാൻ രണ്ടാമത് കേസായിട്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു 9 കൊല്ലത്തിനും ഏകദേശം 9 കൊല്ലം ആവും. പുള്ളി പിന്നെ ഒരു തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ ടൈലറാണ്. ഈ സിസ്റ്റർമാരുടെ ഏപ്രം തയ്ക്കുന്നതും അങ്ങനെയുള്ള ടൈലറാണ് പുള്ളി. അവിടെ തച്ച് കിട്ടിയ കാശെല്ലാം വെച്ച് പുള്ളിക്ക് ഒരു നെഞ്ചുവേദന എല്ലാം വന്ന് അവിടെ പരിശോധിച്ചപ്പോൾ ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന് മനസ്സിലാക്കുകയും പുള്ളിയെ അവിടെ ചികിത്സയ്ക്കുള്ള കാശില്ലാത്തത് കൊണ്ട് പുള്ളി സായിബാബയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പുട്ടാപ്പുറത്ത്, അവിടെ പോയി പുള്ളി സർജറി ചെയ്യാനായിട്ടുള്ള അതിന് പോയപ്പോൾ അവിടെ പിന്നെ 2 കൊല്ലത്തിൽ കൂടുതൽ അവിടെ സീനിയോറിറ്റി കൊണ്ട് അത് കഴിഞ്ഞേ വെക്കുള്ളൂ. ഇപ്പൊ അവിടെ പരിശോധിച്ചെല്ലാം ഫ്രീ ആയിട്ട് പരിശോധിച്ചിട്ട് ഒരു ലെറ്ററും കൊടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ് പറഞ്ഞു വിട്ടത്. വിടുന്ന വഴി അവര് പുള്ളി തിരുവനന്തപുരത്തോട്ട് വരുന്ന വഴിക്ക് കരുനാഗപ്പള്ളിയിൽ വെച്ച് അബോധാവസ്ഥയായ അദ്ദേഹം പിന്നെ നമ്മളെ കഴക്കൂട്ടമല്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് റെയിൽവേക്കാർ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് പുള്ളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റാക്കി ഒരു 37 ദിവസം അബോധാവസ്ഥയിൽ അവിടെ കിടന്നു. അവസാനം പുള്ളി മരിച്ചെന്നുള്ള ഇതിൽ പുള്ളിയുടെ ബോഡി മോർച്ചറിയിൽ വെച്ചതിന് ശേഷം പുള്ളിയുടെ ഭാര്യ വന്ന് പുള്ളി പിന്നെ തുണിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ട് പുള്ളി മരിക്കില്ല എന്നുള്ള ഇതിൽ തന്നെയാണ് അവിടെ വളരെ വിപ്ലവം ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ അന്ന് അവിടെ ഈ റിപ്പോർട്ട് ചെയ്ത മലയാള മനോരമ ലേഖകൻ ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിയിട്ടെന്നാണ് ഞാൻ ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞത്. ആ പുള്ളിയെ ഒടുവില് പിന്നെ മോർച്ചറിയിൽ നിന്ന് പൾസ് ഉണ്ടെന്ന് വെച്ച് തിരിച്ചുകൊണ്ട് വെന്റിലേറ്റർ ഇട്ടിട്ട് അതിന്റെ വാർത്തയുമായി അവിടെ ഒരു അടിയൊക്കെ നടന്ന സംഭവം ആയതുകൊണ്ട് നല്ല ദേശാഭിമാനിയിലും മലയാള മനോരമയിലും വാർത്ത വന്നു. ജീവനോടെ 2 മണിക്കൂർ മോർച്ചറി. ഞാനും വായിച്ചു. അന്ന് വൈകുന്നേരം എന്റെ ക്ലിനിക്ക് എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ തന്നെ ഞാൻ പതുക്കെ ലാസ്റ്റ് പേഷ്യന്റും പറഞ്ഞേച്ച് ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് ആഹാരം കഴിക്കാനായിട്ട് പോയപ്പോൾ ഒരു കാള് വരണേ. എനിക്ക് 40 വയസ്സായി, എന്റെ ഭർത്താവിന് 48 വയസ്സായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുഞ്ഞുങ്ങളില്ലെന്ന് പറയണതായിരിക്കും. പുള്ളി അപ്പം വളരെ കരഞ്ഞുകൊണ്ട് പറയണ ഞങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല നിങ്ങൾക്ക് ഒരു വീട് തരാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ച ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് പോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വിളി വരുന്നത്. ചാലയിലെ ഏതോ ഒരു പോറ്റി പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിന് മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഈ ഒന്നും വിവരം അറിഞ്ഞുകൂടാതെ എനിക്ക് മരുന്നിനാക്കാൻ നിങ്ങൾ എന്തെങ്കിലും പുള്ളിയെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇത് പിറ്റേ ദിവസം അപ്പം രാത്രി ഒരു 11-നുള്ള സംഭവമാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ മകനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് വരണം. പുള്ളി പത്തനംതിട്ട ജില്ലയിൽ വർക്ക് ചെയ്യുന്ന രാവിലെ ട്രെയിനിൽ പോണതാണ്. അപ്പൊ പോണ വഴിക്ക് ഞാൻ തിരിച്ച് പുള്ളിയെ കൊണ്ട് യാത്രയാക്കിയിട്ട് തിരിച്ച് എന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പോഴേക്ക് ഒരു കാലം മുഴുക്ക ഫ്രാക്ചറായി പിന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇന്നലെ രാത്രി അമ്മ വിളിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ വന്ന് ഞാൻ കേസ് അത്രയും എടുത്ത് നോക്കിയപ്പോഴാണ് ട്രിപ്പിൾ വെസൽ ഡിസീസ്. അതായാലും എന്റെ തൂജ ഒന്ന് പ്രയോഗിക്കാൻ ഞാൻ പറഞ്ഞു ഒരു സിംഗിൾ ഡോസ് തൂജ പൊതിഞ്ഞ് പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ കൊടുക്കും, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു, അത് എങ്ങനെയെങ്കിലും കൊടുക്കാന്നുള്ള പറഞ്ഞിട്ട് എന്റെ അത് വാങ്ങിച്ചു പോയി. ഒരു 9 മണിയായപ്പോൾ പുള്ളി എന്നെ വിളിക്കുകയാണ്. പുള്ളി ഏതായിരുന്നാലും ഈ 37 ദിവസത്തിന് ശേഷം മോർച്ചറിയിൽ ഇതും കഴിഞ്ഞതിന് ശേഷം പുള്ളി ഉണർന്ന് ഇപ്പം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി അവിടെ അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെളിയിൽ നിന്ന് മരുന്ന് കൊടുത്തത് കൊണ്ട് ഇനി അവിടെ അടുത്ത ഫർദർ ട്രീറ്റ്മെന്റ് അവിടെ ഇല്ല, അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളണമെന്ന് പറഞ്ഞ് ഒടുവിൽ എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി, അങ്ങനെ PRS ആശുപത്രിയിൽ നിന്ന് പിന്നെ ആംബുലൻസ് കൊണ്ടുചെന്ന്, ആംബുലൻസ് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ട്രെച്ചർ വരെ എടുത്ത് താഴെ കൊണ്ടുവരാനായിട്ട് കൊടുത്തില്ല, ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുത്തില്ല, ഒന്നും കൊടുക്കാതെ പുള്ളിയെ ഇത് വന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്
എന്നതിന് ശേഷം ഈ പറഞ്ഞ പോറ്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പോറ്റിയുടെ കയ്യിൽ ഞാൻ വീണ്ടും ഒരു 5 ഡോസ് സൂചിയും കൊടുത്ത് ക്രട്ടേജിയസ് ടിഞ്ചർ അതും കൊടുത്ത് വിട്ട്. ഏതായിരുന്നാലും ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിരാവിലെ ഈ രോഗി എൻ്റെ വീട്ടിൽ വരുന്നു. എനിക്ക് ഇയാളിനെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറയണത്, ഹോമിയോപ്പതിക്ക് ഈ ഇത്ര വിശദമായ ഒന്നും വേണ്ട. നമ്മൾ ആ പതോളജിക്കലായി ചിന്തിക്കുക, അതിന് കണക്കാക്കി മരുന്ന് കൊടുക്കുക എന്ന് പറയണതില്ല. ഞാൻ ഈ രോഗിയെ കണ്ടിട്ടില്ല, ഒരു സിംറ്റം ചോദിച്ചിട്ടില്ല. അച്ഛൻ ഇങ്ങനെ വന്നിട്ടുണ്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു കേസ് ടേക്കിങ്ങേ ഇല്ല. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ നേരെ ഈ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ വന്ന് എൻ്റെ ഗേറ്റിലല്ല, കോളിംഗ് ബെല്ലിൽ ഞാൻ കോളിംഗ് ബെല്ലിന്റെ താഴെ ഞാൻ അപ്പോഴും വെളിയിൽ നിന്ന് പേപ്പർ എടുത്തുകൊണ്ടൊന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബെല്ലടിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എൻ്റെ ചെവിക്കിൽ അടിക്കുമ്പോഴുള്ള ഒരു ശബ്ദം കേട്ട് വെളിയിലിറങ്ങി. എൻ്റെ സാധാരണ ഒരു ഡോക്ടർക്ക് ഉചിതമായ പെരുമാറ്റമൊന്നുമല്ല എനിക്കുള്ളത്. അസൽ പോലീസിന്റെ ഒരു ഇതിലാണ്. വെളിയിൽ 2 പള്ളം പറഞ്ഞിറങ്ങി വന്ന് ഇങ്ങനെടാ ഒരു വീട്ടിൽ അടിക്കണ ബെല്ലടിക്കണമെന്ന് എന്നെ ചോദിച്ചപ്പം ഞാൻ എൻ്റെ എന്തോ ദൈവത്തിനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നെ ഈ പറയണമെങ്കിൽ ഇവിടെ അല്ല ചികിത്സ, നിന്നെ കൂളംപാറ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പേപ്പർ വായിച്ചുകൊണ്ട് തിരിച്ചകത്ത് കയറി ഞാൻ പേപ്പർ വായിച്ചു, എന്തെങ്കിലും അത്യാവശ്യമാണെന്ന്. അകത്ത് ചെന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാൻ മോർച്ചറി കിടന്ന ആളാണെന്ന്. സത്യം പറഞ്ഞാൽ മോർച്ചറി കിടന്ന രാജനല്ല, അപ്പോഴും പൈലം അടിച്ചത് ഞാനാണ്. കാര്യം ഇവിടെ ട്രിപ്പിൾ റിസൾട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനെ ഇവനെ എടുത്തോണ്ട് പോകണ്ടേ. അങ്ങനെ തിരിച്ചവനെയും കൊണ്ട് നേരെ ഇവനെ കൊണ്ടുപോകാതെ ഇവൻ ഇവിടെ ഈ മരുന്നുകളൊക്കെ തന്നെ കൊടുത്തിട്ട്, ഈ മരുന്ന് വെച്ചാൽ വേറെ ഒന്നും കൊടുത്തില്ല, തൂജ തന്നെ കൊടുത്തത്. തൂജയും കൊടുത്ത് പിന്നെ ക്രിട്ടേജിയസ് വീണ്ടും കൊടുത്തതിന് ശേഷം ഇവനെ പറഞ്ഞു വിട്ട് എത്രയും പെട്ടെന്ന്. പിന്നെ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധമായി ഒരു 8-8.5 കൊല്ലം പുള്ളി സുഖമായി ജീവിച്ചു. എന്നിട്ട് ഈ അടുത്ത സമയത്ത് ഒരു ഏറെ പറഞ്ഞാൽ ഒരു 6 മാസത്തിന് അകത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനൊന്നെ ചോദിച്ചു, എൻ്റെ തനതായ ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞു, നീ ആരെന്ന് എനിക്കെന്തോ എന്നുള്ളതിൽ ഞാൻ വിരട്ടി വിട്ട്. അപ്പം പറഞ്ഞ്, ഞാൻ മോർച്ചറി രാജനാണ്. ഞാൻ എടുത്ത വായില് ഞാൻ ചോദിച്ചു, നീ ഇതുവരെ ചത്തില്ലേടാ? 4 കൊല്ലം നിനക്ക് ഞാൻ ഗ്യാരണ്ടി തന്നിട്ടുള്ളൂ, നീ ഇതുവരെ ചത്തില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഇപ്പോഴും അതൊരു അപകർഷതാബോധമായിട്ട് ഉള്ളതാണ്. കാര്യം ഈ പറഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ഭാര്യയുടെ കൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഇവൻ കിടന്ന PRS ആശുപത്രി പോയി. അവരെ പഴയ റെക്കോർഡൊക്കെ എടുത്തിട്ട് പറഞ്ഞ് വിളർച്ച ഉണ്ടെന്ന് പറഞ്ഞ് ഏതോ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും അതിന്റെ അലർജിയിൽ പുള്ളി മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാര്യം ഞാൻ നീ ചത്തില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തവൻ ജാവയും. അങ്ങനെ ഒരു തൂജ. ഇനി അടുത്ത ഒരു തൂജ, അതും ഇതുപോലെ മോർച്ചറി കേസാണ്. മോർച്ചറി കേസിന് തിരുവനന്തപുരത്തെ കൊറോണ വാക്സിൻ എടുത്തിട്ടുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ എന്ന് വെച്ചാൽ പല അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ളത്, അതും ഒരു രാജൻ തന്നെ. പുള്ളി പാലോടാണ്, തിരുവനന്തപുരം പാലോട് സ്റ്റാൻഡിലെ ഏറ്റവും പ്രഗത്ഭനായ എല്ലാ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഡ്രൈവർ. പുള്ളിയും ഇതുപോലെ മോർച്ചറി കിടന്ന് മോർച്ചറിയിൽ നിന്ന് നേരെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി മോർച്ചറിയിൽ നിന്ന് അവരെടുത്ത് വെന്റിലേറ്ററിൽ വീണ്ടും ഇട്ടതിന് ശേഷം പിന്നെ അവിടെ വേണ്ടെന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു ആയുർവേദ ഡോക്ടർ അടുത്തുണ്ട്. ആ ആയുർവേദ ഡോക്ടറാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഒരു 2 മാസം വരെ പുള്ളി ജീവിച്ചു നല്ല രീതിയിൽ, ആരാജനൊന്നുമില്ല. അപ്പം പുള്ളിയുടെ ലൈഫ് അത്രേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ ഒരു തോന്നി, ക്രിയാറ്റിൻ 12 ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള ഇതെല്ലാം കയ്യിൽ ഫിറ്റ് ചെയ്തിരിക്കല്ലേ, അവിടെ ചെന്ന് ഒരു 2 ഡയാലിസിസ് ചെയ്യുമ്പോഴേ കുറഞ്ഞോളൂ, നീ ഡയാലിസിസ് ചെയ്ത് എന്റെ മരുന്നും കഴിച്ചെന്ന് പറഞ്ഞു. അതും ഞാൻ കൊടുത്ത മരുന്ന് തൂജ അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, തൂജ 1. അതിലും രാജൻ അവിടെ നിന്ന് കഴിച്ച് വളരെ ഇതായിട്ട് പോയി. ഒടുവിൽ ഈ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകാതെ പുള്ളി പുതിയ ഒരു ആശുപത്രി പട്ടത്തെ SUT പോയി പുതിയതായിട്ട് ഈ ഡയാലിസിസ് ചെയ്യണ ഇതെല്ലാം കയ്യിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഇറമ്പോഴോ എന്തോ വന്നാണെന്ന് തോന്നുന്നു പുള്ളി മരണപ്പെട്ടു. അങ്ങനെ അതും ഒരു തൂജ എനിക്ക് പരാജയപ്പെട്ടെങ്കിലും ഹോമിയോയിലെ എന്റെ കേസ് ടേക്കിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ തൂജ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഭംഗിയായ റിസൾട്ട്. മോർച്ചറിയിൽ നിന്ന് 2 രോഗിയെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇത് അടുത്ത ഒരു തിരുവനന്തപുരം ഇതുണ്ടല്ലോ നമ്മള് RCCയിലെ AO ആയിരുന്ന സെക്രട്ടേറിയറ്റ്. അപ്പം 10 കൊല്ലം സെക്രട്ടേറിയറ്റിൽ ഇരുന്നതുകൊണ്ട് സെക്രട്ടേറിയറ്റ് നല്ല ടൈപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ സെക്രട്ടേറിയറ്റിൽ ഒരു അഡീഷണൽ സെക്രട്ടറി ആയ ആനന്ദമോഹൻ, പുള്ളി നമ്മളെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പുള്ളി ഈ RCCയിലെ AO ആയിട്ട് ഇരുന്നാണ്. ഒരു ദിവസം എന്റെ വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്തും കൂടെയാണ് എന്നെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച ഒരാളും കൂടെയാണ്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച്, എന്റെ ഭാര്യ വീട് എറണാകുളത്താണ്, ഭാര്യയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ടീച്ചർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ ഇപ്പം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്.
രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാൻ കാര്യം എന്ന് പറയുന്നത് ബ്രെയിനിൽ ചിക്കൻ ബോക്സ് വന്നിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കേസ് ഈ പറഞ്ഞ രാജഗിരി ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇന്ന് 40-45 ദിവസമായിട്ടും പുള്ളി അവരെ കിടക്കുകയാണ്. മരിക്കണതുമില്ല, പിന്നെ കണ്ണ് തുറക്കണതുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാമോ ഡോക്ടറെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ തൂജ നമ്മളെ കൊടുത്ത എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പം തൂജ ഏതായാലും നമ്മളെ തൂജോപ്പതി എന്നെ ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞ് നേരെ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഒരു ശനിയാഴ്ച മരുന്ന് കൊടുക്കും, വെള്ളിയാഴ്ച മരുന്ന് കൊടുക്കുന്നു. ശനിയാഴ്ച രാവിലെ വേണാടില് ആ ഇവിടെ പോയി രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു 3 മണിക്ക് എത്തി. ഇത് കൊടുത്തിട്ട് പുള്ളി തന്നെ പറയണ്, ഈ മരുന്ന് കൊണ്ട് ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളുടെ നാക്കിൽ വെച്ചാൽ ഇതിന്റെ ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. അതേപോലെ അവർ ചെയ്ത് ഇത് വെച്ചാൽ ഒരു അനുഭവമാണ്. ഈ ആദ്യത്തെ രാജൻ മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ മാസ്ക് വഴിച്ചിട്ടാണ് ഈ ഇത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തത് നമ്മളെ തൂജ. അതുപോലെ തന്നെ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രാക്കോട്ടമി ചെയ്ത് ട്രാക്കോട്ട് ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം പുള്ളിയുടെ അതിൽ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ട്യൂബിൽ കൂടെ ആദ്യം വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ മരുന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുള്ളിയെ വിടുന്നത്. ഏതായാലും അതും വിജയിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൺപീലി അനങ്ങി. അതിനുശേഷം വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന് ഒടുവിൽ ഒരു 1.5-2 കൊല്ലം ജീവിച്ച് 1.5-2 കൊല്ലം ജീവിച്ചിട്ട് അവര് മോന്റെ അടുത്ത് തന്നെ എഴുതി കാണിക്കും. ടീച്ചറാണ്, ടീച്ചർക്ക് ധാരാളം വിദ്യാർത്ഥിനികളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആശുപത്രിയിലും എല്ലാം ചെന്ന് കാണുകയൊക്കെ ചെയ്ത് അവരെ എല്ലാം എഴുതി കാണിക്കും. അങ്ങനെ ഒരു ജീവിതത്തിലോട്ട്. പക്ഷെ ഈ സംസാരിക്കില്ല, ട്രാക്കോട്ട് ഇതിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രാക്ക് ഒടുവിൽ ഒരു 1.5 കൊല്ലം ആയപ്പോഴത്തേക്ക് അവര് തന്നെ പറഞ്ഞു ഇപ്പം ടീച്ചർക്ക് യാതൊരു കുഴപ്പമില്ല, നമുക്ക് അടുത്ത സർജറി ചെയ്ത് ഈ സംസാരം തിരിച്ചു വരുത്താമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത ഇത് ചെയ്ത് അടയ്ക്കാനുള്ള കണക്കിന് അപ്പം ട്യൂബൊക്കെ എടുത്ത് കളയാന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുമ്പോഴേക്ക് എന്തോ ഒരു സാധനം തൊണ്ടയിൽ കുടുങ്ങി ആ ടീച്ചർ മരണപ്പെട്ടു. അപ്പം എന്റെ ഒരു പേഷ്യന്റും അങ്ങനെ പോയി. ഇനി അടുത്ത തൂജ. അപ്പൊ തൂജ ഇങ്ങനെ തൂജയിൽ ഒരു വൻ വിജയങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് ഈ തൂജ. ഞാൻ ഇത്രയും കൂടുതലായിട്ട് പറയുന്നത്. അത് വണ്ണമാണോ? അടുത്ത വണ്ണം പൊട്ടൻസി ആണോ? എന്തോ വണ്ണം പൊട്ടൻസി തന്നെ ആയിരുന്നോ? എല്ലാം ഒണ്ണം പൊട്ടൻസി മിനിമം ആണ് മിനിമം എൻ്റെ. അപ്പൊ ഒണ്ണം പൊട്ടൻസിയിൽ ഉപയോഗിക്കണം. അതിന്റെ തൂജ ഉപയോഗിക്കാൻ കാര്യം എനിക്ക് അനുഭവങ്ങളാണ് ഈ കിട്ടുന്നത്. അപ്പം അടുത്ത ഒരു തൂജ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഈ രാജഗിരി ഹോസ്പിറ്റലില് അടുത്ത ഒരു പുഷ്പഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് തിരുവല്ല. അവിടെ നമ്മളെ എക്സൈസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്തോ ആയിട്ടുള്ള ഒരു ഷാജഹാൻ ഉണ്ട്, എന്റെ വളരെ അയൽവാസിയാണ്. പുള്ളി വന്ന് ചണ്ണ എന്തെങ്കിലും ഇങ്ങനെ എന്റെ അമ്മാവൻ ഇങ്ങനെ എൻഡായി കിടക്കുകയാണ്, പുഷ്പഗിരി കിടന്നിട്ട് കുറെ കാലമായി, മരിക്കണമെന്നില്ല, എന്ത് ചെയ്യട്ടെ. ഒടുവില് തൂജ തന്നെ ഞാൻ പൊതിഞ്ഞു കൊടുത്ത് ഒടുവില് സുഖമായി അവിടെ നിന്ന് പുഷ്പഗിരി ആശുപത്രിയിൽ പുള്ളി കണ്ണു തുറക്കുകയും തിരിച്ച് യാത്ര ചെയ്ത കാറിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി കൊണ്ടുവന്ന് ഏതായാലും ഇവരെന്തോ ചെയ്ത് ഇവിടെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മരണപ്പെട്ടു. അപ്പം നമ്മളെ തൂജ ഇവിടെ പ്രവർത്തിച്ചതെന്നുള്ള ഉദാഹരണമാണ്. ഇനി അടുത്ത ഒരു തൂജ ഈ കൊറോണ സമയം, കൊറോണ നല്ല പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയം എന്ന് വെച്ചാൽ 2000 ഒരു ജൂണിനൊക്കെ ആവുന്ന സമയം. ആ സമയത്ത് ഒരു ഉച്ച സമയം. ഇപ്പൊ എന്റെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ രാവിലെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരണവനെയൊക്കെ പള്ളി വിളിയാണ്. എന്ന് വെച്ചാൽ ആ പറഞ്ഞ 7-നും 10-നും ഇടയ്ക്ക് വന്നില്ലേ മരുന്നിനേക്കാൾ 2 പള്ളു കൊടുത്തിട്ട് പിന്നെ നോക്കും. വളരെ അനുകമ്പ ആണെങ്കിൽ മരുന്ന് കൊടുക്കും, ഇല്ലേ ഇതും മുഴുവില്ല. അപ്പൊ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് പറഞ്ഞു സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് ഒരാൾ, സെക്രട്ടേറിയറ്റിലെ ഫൈനാൻസ് അല്ല ഹയർ എഡ്യൂക്കേഷനിലെ അനിൽ സാർ പറഞ്ഞാണെന്ന് പറഞ്ഞ് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ വന്നത് മറ്റേ കോഴിക്കോട് നിന്ന് വടകര സ്വദേശിയായ ഒരാള് കോഴിക്കോട് നിന്ന് വന്നതാണ്. അന്ന് ഈ കൊറോണയുടെ ഇതുകൊണ്ട് വളരെ ജനം കഷ്ടപ്പെടുന്ന സമയം എന്ന് വെച്ചാൽ യാത്ര ചെയ്യാനും അതെല്ലാം വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ ഈ പുള്ളി ഏതോ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പുള്ളിയുടെ ഭാര്യയുടെ അമ്മയുടെ വിവരം പറഞ്ഞു. അമ്മയുടെ വിവരം പറഞ്ഞു വെച്ചാൽ കോഴിക്കോടുള്ള ഏതോ പ്രമുഖമായ ഒരു ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി, അവിടെ കിടക്കുകയാണ്, അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും പോലെ 10-18 ദിവസം കൊണ്ട് മരിക്കുന്നതുമില്ല. അപ്പം ഈ മരണത്തിനൊക്കെ ഇത്ര ആളുകൾ കൂടുതൽ പങ്കെടുക്കാനും പാടില്ല. മരിക്കുന്നതുമില്ല, അവര് കാത്തിരിക്കുകയാണ്. എത്രയോ പേര് ഇങ്ങനെ ഇവരുടെ മരണത്തിന് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് കൊടുക്കാനൊക്കെ ഒന്ന് ചോദിച്ചു. ഇന്നും അതിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. റെക്കോർഡ് എന്ന് വെച്ചിരുന്നാൽ ഈ പുള്ളി എഴുതി തന്നിട്ടുള്ള ഒരു റിട്ടേൺ മെസ്സേജ് തന്നെയാണ്. ഞാൻ ഈ കൊടുത്ത മരുന്ന് ഇവിടെ നിന്ന് കൊടുത്ത വേറൊന്നുമല്ല, 6 ഡോസ് തൂജ കൊടുത്ത് 6 ഡോസ് തൂജ കൊണ്ട് ഇവർക്ക് കൊടുക്കാനും ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് അവർ കൊടുക്കാൻ അനുവദിച്ചല്ല.
ഇവര് കൊടുത്ത് ഏതായാലും കൊടുത്തതോടുകൂടി പുള്ളി എഴുതുകയും ചെയ്ത് വളരെ ഭംഗിയായിട്ട് ബാക്കിയുള്ളവർക്ക് പ്രതികരിച്ചിട്ട് അവർ സംസാരിച്ച് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ആശുപത്രി അധികൃതരുടെ ഇത് മാറി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോമിയോ മരുന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുത്ത് ഒരു പിന്നെ മരണത്തിൽ കിടന്ന ഒരു പേഷ്യന്റ് എടിച്ചെന്ന് പറഞ്ഞാൽ നാണക്കേട് അവർക്കില്ല. അവര് നേരെ ചെയ്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇതെല്ലാം എന്റെ റെക്കോർഡാണ് ഇതൊക്കെ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ട്രാക്കോട്ടമി ചെയ്തേ പറ്റൂ, ഇവർക്ക് ശ്വാസോച്ഛ്വാസം കറക്റ്റ് അല്ല. ഈ ഇത്രയും കാലം അവര് മരുന്ന് ചെയ്തിട്ടൊന്നും എഴുതിക്കാത്തവര് നമ്മളെ ഹോമിയോന്റെ ഒരു മരുന്നിന്റെ ഒരു 6 ഡോസ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ എഴുത്തെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു നാണക്കേടായി. ഏതായിരുന്നാലും പുള്ളിയെ ട്രാക്കോട്ടമി ചെയ്ത് കൊന്ന്. അതും കൊല്ലണതിന് മുമ്പ് ഇവര് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ അടുത്ത് ഈ പറഞ്ഞ വ്യക്തിയെ കൂടെ പറഞ്ഞില്ല. ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചു കൊണ്ട് പോയത് എന്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രത്തിൽ ഒരു പടം വരണം, ഈ പുള്ളിയുടെ പടം വരണം. ഈ പുള്ളിയുടെ പടം വരണം എന്ന് വെച്ചാൽ പുള്ളിയെ PSC മെമ്പറായിട്ട് ഇലക്ട് ചെയ്തു. PSC മെമ്പറായിട്ട് ഇലക്ട് ചെയ്തപ്പോ ഞാൻ ഈ പടം കണ്ടു എന്റെ മിസ്സസിന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇങ്ങനെ വരണത് സ്റ്റേറ്റ് കാറിലാണ്. അതുപോലെ വന്ന് ഈ ഇങ്ങനെ മെസ്സേജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ PSC മെമ്പറായിട്ട് വന്ന് സ്ഥാനം ഏക്കണതിന് മുമ്പ് എന്റെയും അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് പള്ളി വിളിക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അവസാനം പേഷ്യന്റിനെ ഞാൻ തണുപ്പിച്ച് വിടാറുണ്ട്. അങ്ങനെ വളരെ കാര്യമായി എന്റെയും അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ടാണ് പോയത്. അപ്പൊ ഈ പുള്ളിയുടെ മരുന്ന് അവിടെ പിന്നെ കിട്ടണ സമയം, മരുന്ന് കൊടുത്ത സമയം ഇവര് ഉണർന്നതിന് ശേഷം ഇവര് വളരെ കാര്യമായിട്ടെല്ലാം റെസ്പോണ്ട് ചെയ്ത ആളിനെയാണ് ഈ പിന്നെ വീണ്ടും ട്രാക്കോട്ടമി ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നിട്ടും പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡോക്ടർ തന്ന മരുന്ന് ഫലിച്ചു, പക്ഷേ രണ്ടാമത് ട്രാക്കോട്ടമി ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞു ആ മരുന്നിന് വേണ്ടി ഇനി വരണ്ട, കോഴിക്കോട് ജർമ്മൻ മെഡിസിൻ കിട്ടും, ഈ ഇത് ചെയ്തത് കൊണ്ട് 6-30 എന്ന് പറഞ്ഞ മരുന്ന് വാങ്ങിച്ച് കൊടുത്താൽ മതി, പുള്ളി എന്തെങ്കിലും ഒരു വ്യത്യാസം വരും എന്ന് പറഞ്ഞെങ്കിലും ഈ പുള്ളി 6 വാങ്ങിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ആശുപത്രി അധികൃതർ സമ്മതിച്ചില്ല. കാരണം ഇനിയും വല്ല അതിശയം നടന്നാൽ അവർക്ക് നാണക്കേടല്ല. അങ്ങനെ അതും നമ്മളെ തൂജയുടെ ഒരു പ്രധാന ഇതാണ്. അപ്പൊ തൂജ എത്ര ഇപ്പൊ ഞാൻ പറഞ്ഞ അതെല്ലാം വളരെ 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 ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള അതിശയങ്ങളാണ്. അപ്പം പിന്നെ ഇത് തൂജ സിംഗിൾ റെമഡി ആയിട്ട് ഉപയോഗിച്ചതാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ ഇത് മാത്രമല്ല, പല കോമ്പിനേഷനുകാര്. ഒരു പിന്നെ ക്യാൻസർ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് തൂജയ്ക്കാണ് കൊടുക്കുന്നത്. തൂജ കൊടുത്ത് എന്റെ ഈ സെൽസിനെ വളർച്ച കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തൂജയ്ക്കുണ്ട്. അല്ലാതെ ഞാൻ രോഗിയുടെ അടുത്ത് പിടിച്ചിരുത്തി അച്ഛന് പനി വന്നിട്ടുണ്ടോ, അമ്മയ്ക്ക് പനി വന്നിട്ടുണ്ടോ, ഇങ്ങനെ വെള്ളം കുടിക്കുമോ, അതാ പുതച്ചു കിടക്കുമോ, ഇതൊന്നും ചോദിക്കില്ല. ആ പരിപാടി ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ രോഗി പറയണ അത്രയും സിംറ്റം മാത്രം, അല്ലാതെ വേറെ ഒരു ഇല്ല. എനിക്ക് തോന്നി എന്റെ ഒരു സെലക്ഷൻ അത്ര തന്നെ. പിന്നെ ഈ തൂജയുടെ ഒരു കോമ്പിനേഷൻ, തൂജ വേറെ മരുന്നുമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. തൈറോയിഡിന് കൊടുക്കുന്ന തൂജ എന്ന് പറയുന്ന തൂജ തന്നെ ഒരു 6 ഡോസ്. ഇപ്പം തന്നെ ഒരു 1000-ൽ പരം പേരുള്ള ഒരു ഹോമിയോ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നോക്കിയാൽ എത്ര എണ്ണം ബാലേന്ദ്രൻ ഡോക്ടറുടെ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് കുറഞ്ഞെന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജീവിതകാലം മുഴുക്ക അലോപ്പതി മരുന്ന് കഴിച്ച് എൽട്രോസിനും തൈറോക്സിനും എല്ലാം കൊടുത്ത് തൈറോനോമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൂജയെന്ന് ഒരു 6 ഡോസും കൊടുത്ത് അതിന്റെ നേട്രം മുറന്ന് ഒരു 6 ഡോസ്, 2 തൂജ ആഹാരത്തിന് മുമ്പും നേട്രം മുറ ആഹാരത്തിന് ശേഷവും 1 വിട്ട് 3 ദിവസം കൊടുക്കാൻ പറയും. അങ്ങനെ ഒരു 3 ട്രിപ്പ് കഴിഞ്ഞിട്ട് TSH തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കാൻ പറയും. കംപ്ലീറ്റ് നോർമൽ ആയിരിക്കും. തൂജ വണ്ണമും നേത്രമുറ വണ്ണമും 2 വണ്ണം, നേത്രമുറെണ്ണം തൂജ വണ്ണം. അതിൽ ആദ്യം തൂജ ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാം തൂജയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ എന്നെ പറഞ്ഞ് നമ്മളെ ഗ്രൂപ്പിലൊക്കെ പറയണമെന്ന് വെച്ചാൽ തൂജോപ്പതി എന്നാണ്, ഹോമിയോപ്പതി അല്ല, ഇപ്പൊ തൂജോപ്പതി എന്നാണ്. കാര്യം അത്രയും നമുക്ക് പ്രയോജനം കിട്ടും. ക്യാൻസറിന്റെ ഒക്കെ ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇന്നലെ രാവിലെ ഒരു ക്യാൻസർ പേഷ്യന്റ്, പിന്നെ അതും നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു ഹോമിയോ ഡോക്ടർ കായംകുളത്തെന്ന് പറഞ്ഞു വിട്ട്, ഏതായാലും ഇന്ന് രാവിലെ അത് ഛർദ്ദിച്ചില്ല എന്ന് അറിഞ്ഞപ്പോ അതിനും സന്തോഷം. കൊടുത്തത് ഞാൻ വളർച്ച കൺട്രോൾ ചെയ്യാൻ തൂജ കൊടുത്തെങ്കിലും ആ ഛർദ്ദി മാറാനായിട്ട് കൊടുത്ത ഇപ്പിക്കേക്കാം. ഇങ്ങനെ തൂജയിൽ ഒരു തൂജോപ്പതിയാണ് കാണിക്കുന്നത്. അപ്പൊ തൂജ നേട്രമോറ്, പിന്നെ ഫൈബ്രോയിഡിന് തൂജ ഹെപ്പാറാണ് കൊടുക്കുന്നത്. അതില് ക്യാൻസറസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കൊണിയം കൂടെ കൊടുക്കാറുണ്ട്. കൊണിയം ഹെപ്പാർ, ഈ 3 കൊടുക്കും. ഇങ്ങനെ മരുന്ന് ഒരു സിംഗിൾ റെമഡി ആയിട്ടല്ല കൊടുക്കുന്നത്. ചിലപ്പം മിക്കവാറും സിംഗിൾ ആണെങ്കിലും പല സമയത്തും അത് 1, 2, 3, 4 മരുന്ന് കൊടുക്കുന്ന അവസരങ്ങളും
ഇത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കുമുള്ള. ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഓഫീസർ ഒരു പട്ടിയുടെ ഏകദേശം നടുവിന്റെ ആ ഭാഗത്ത് ഒരു വലിയ ഒരു ട്യൂമർ വളർന്നിങ്ങനെ അതിൽ ഒരു വലിയ ഒരു സെസൈൽ ടൈപ്പ് പാർട്ട് അതിലിങ്ങനെ അമർന്നിരിക്കുകയായിരുന്നു. അതിന് ഒന്നും ചെയ്യാത്ത സർജറി ഒന്നും ചെയ്യാത്ത പോയിന്റിലാണെന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും ഒരു 6 ഡോസ് സൂച അത് ഒന്നമല്ല കൊടുത്തത്. സൂച മൃഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ പൊട്ടൻസി താഴോട്ടാണ് കൊടുത്തത്. പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള അത്രയും അതാണ്. താഴോട്ടുള്ള 30 കൊടുക്കുന്നത്. 30 കൊടുത്തപ്പോഴേ കംപ്ലീറ്റ് അത് പൊഴിഞ്ഞു പോയെങ്കിൽ. അങ്ങനെ ഇന്നത്തെ ഇതിൽ തൂജപ്പതിക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം. പിന്നെ ക്യാൻസറിന്റെ ഇതിലും ഇതേപോലെ സിംറ്റം ഒക്കെ നോക്കണമെങ്കിലും ഈ തൂജയുടെ കൂടെ ഹെപ്പാർ നല്ലവണ്ണം ആക്ട് ചെയ്യും. അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഹെപ്പാർ നല്ലവണ്ണം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഫൈബ്രോയിഡ് ചുരുക്കാനായിട്ട് ഈ 2 മരുന്നും കൊടുക്കാറുണ്ട്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ പിന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് ആയിരുന്നാലും ശരി, ബ്രസ്റ്റില് ഏത് ട്യൂമർ ആയിരുന്നാലും തൂജ തന്നെ ഞാൻ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാറുള്ളത്. സിസ്റ്റ് ആണെങ്കിലോ സാറേ? ഇതോ സിസ്റ്റ് ആണെങ്കിലോ? സിസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരു മരുന്നോട് ആഡ് ചെയ്യും, കോണിയം മാക്കുലേറ്റ്. അത് ഒരു കൃത്യ ടൈമിന് 6 മണിക്ക് തൂജ, 7 മണിക്ക് കോണിയം, 10 മണിക്ക് എന്ന് വെച്ചാൽ ആഫ്റ്റർ ഫുഡ് ഹെപ്പാർസൽ. ഇനി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എനിക്ക് സിംഗിൾ റെമഡി ആയിട്ടും എനിക്ക് ചികിത്സയിടയിൽ ഏറ്റവും പ്രചാരം കിട്ടിയ, ഏറ്റവും പ്രശസ്തി കിട്ടിയ കേസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു അഡീഷണൽ സെക്രട്ടറി, അതും ഹെൽത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു വനജ എന്ന് പറയുന്ന ലേഡി. അപ്പം ഇവർക്ക് ഒരു പിന്നെ ഞാൻ റിട്ടയർ ചെയ്തെന്ന് വെച്ചാൽ 2007 ഫെബ്രുവരി 28 ഞാൻ റിട്ടയർ ചെയ്യുന്നു. മാർച്ച് 2 എൻ്റെ അടുത്ത് പറഞ്ഞ്, ഡോക്ടറെ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ടൈം തരണം. ഞാൻ ഉടനെ പറഞ്ഞു, മാഡത്തിന് അപ്പോയിന്റ്മെന്റ് തന്ന പരിപാടി ഇല്ല. മാഡത്തിന് എപ്പോഴും വന്നിരുന്നാലും ഇവിടെ വെളിയിൽ പേഷ്യന്റ് കൂടുതലാണെങ്കിൽ ഫ്രണ്ട് വാതിൽ ചാരിയിട്ട് വാങ്ങുന്നത് തുറന്നകത്തിരിക്കണമെന്നുണ്ട്. അപ്പൊ മാഡം നേരെ വാതിൽ തുറന്ന് അകത്തിരുന്ന്, അത് വെളിയിൽ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അകത്തിരുന്ന അടുത്ത പേഷ്യന്റിനെ ഞാൻ നിർത്തിയിട്ട് ഞാൻ അകത്ത് ചെന്ന് മാഡത്തിന്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ കേസ് റെക്കോർഡ് അല്ല, അതിലും ഒരു പാനൽ ഡോക്ടർമാർ തീരുമാനിച്ചിട്ട് അവരുടെ ലങ്സ് ആംപ്യൂട്ട് ചെയ്യണം എന്ന് പറയും. ലങ്സിൽ ഒരു കൺസൾട്ടേഷനാണ്, കംപ്ലീറ്റ് കൺസൾട്ടേഷനാണ്, ഒരു മൂവ്മെന്റും ഇല്ലെന്ന് പറഞ്ഞ് ഒരു എക്സ്റേ ഒക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, മാഡം. അപ്പം പുള്ളിയുടെ മകള് അന്ന് സിവിൽ സർവീസിന് പഠിക്കുകയായിരുന്നു. ഇപ്പൊ ഇൻകം ടാക്സ് കമ്മീഷണർ, മദ്രാസിലെ ഇൻകം ടാക്സ് കമ്മീഷണർ ആയിട്ടിരിക്കുകയാണ്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്കിള് ഇത്രയും ഡോക്ടർമാർ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഡോക്ടർ മാത്രം ഇങ്ങനെ സർജറി ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല, ഈ റിസൾട്ടിന്റെ ഇതിലും ഈ പതോളജിക്കൽ എവിഡൻസ് വെച്ച് നോക്കിയാൽ ഇതിന് സർജറിയെ പറ്റൂ. പിന്നെ സർജറി 26-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന് 2 ഇത്രയും ദിവസം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന് നോക്കാം. നോക്കിയാൽ ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ മാഡത്തിന് സർജറി നിന്ന് ഒഴിവാകും. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ അത് വേറെ ഒരു മരുന്നും കൊടുത്തില്ല, കോംപ്ലിമെന്ററി ഇങ്ങേറ്റം കൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യണം ഒന്നും കൊടുത്തില്ല. 6 ഡോസ് തൂജ കൊടുത്ത്, അത് ഞാൻ രാവിലെ കൊടുത്തതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഡോസിൽ 2 തുള്ളി വീതം എടുത്തുള്ള ഡോസാണ്. എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ ആയിട്ട് കിട്ടുന്നു. ഇവിടെ ഒരു സാധാരണ ഹോമിയോപ്പതിക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തുള്ളി എടുത്തിട്ട് തേക്കി തേക്കണമെന്ന് വെച്ചാൽ 50 തുള്ളി, ഒരു 50 പൊതിയും ഒരു തുള്ളി. ഇത് ഒരു തുള്ളിയിൽ ഞാൻ ഒരു SL 2 തുള്ളി ഒഴിച്ചിട്ട് 6 പൊതി കൈ കൊടുത്തിട്ട് പറഞ്ഞു, മാഡം എന്തെങ്കിലും പ്രയോജനം ഉണ്ട്. അവര് ജോലിക്ക് പോയ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഡോക്ടറെ എനിക്ക് ഭയങ്കരമായ ഒരു ചുമ വന്ന് ഞാൻ സെക്രട്ടേറിയറ്റിൽ തന്നെ വാഷ് ബേസിനിൽ പോയപ്പോഴേക്കും ഒന്ന് വൊമിറ്റ് ചെയ്തത് മുഴുക്ക ഗ്രേപ്സ് പോലുള്ള പാർട്ടിക്കിളായി. അതോടുകൂടി എനിക്ക് നല്ല ഒരു ആശ്വാസം തോന്നണമെന്ന് പറഞ്ഞു. മാഡം തന്നെ ഞാൻ പറഞ്ഞു, എവിടെയാണ് മാഡം ആ ഡിജിറ്റൽ എക്സ്റേ എടുത്ത അവിടെ പോയി
ഒരു എക്സ്റേ എടുത്തോണ്ട് വരണ്ട. അവര് പോയി ഇതുതന്നെ പോയി ഇപ്പോഴത്തെ ഗോപിനാഥ് ഉണ്ട്, ഇവിടെ മെഡിക്കൽ കോളേജിനടുത്തൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി അവിടെയാണ് അവർ എക്സ്റേ എടുത്തത്. അവിടെ പോയി എക്സ്റേ എടുത്ത് സത്യം പറഞ്ഞാൽ ഞാനും അതിശയിച്ച ആ എക്സ്റേയില് ഒരു ലെങ്ത് കംപ്ലീറ്റ് കറുത്ത കളറും ഒരു നോർമൽ. ആ കറുത്ത കളർ എന്റെ പകുതി നോർമലായി, എന്ന് വെച്ചാൽ ആയിരുന്നേക്കാളായി പോയി. രണ്ടാമത്തെ എന്റെ അടുത്ത പകുതി വീണ്ടും ഒരു 6 ഡോസ് മരുന്ന് കൂടെ കൊടുത്ത് വിട്ട്. ഏതായാലും 23-ാം തീയതി അവര് റിവ്യൂ എന്ന് വെച്ചാൽ സർജറിയുടെ പ്രൊസീജിയറിന് വേണ്ടി ചെല്ലുമ്പോഴേക്ക് ഇവര് എക്സ്റേ എടുത്തത്. അപ്പൊ ഇവരെ കയ്യിലിരിക്കുന്ന എക്സ്റേ കാണിച്ച് എനിക്ക് ഇങ്ങനെ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഇത്രയും ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവര് വീണ്ടും എക്സ്റേ എടുപ്പിച്ച് കോസ്മോയിൽ തന്നെ വീണ്ടും എക്സ്റേ എടുത്തിട്ട് മാഡത്തിന് മിറക്കിൾ സംഭവിച്ചു, ഇനി സർജറിയുടെ ആവശ്യമില്ല. അവര് പറഞ്ഞു ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് വീണ്ടും അവര് പറയാണ് ഹോമിയോ മരുന്ന് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരിത് ഉണ്ടായതെന്ന് പറയില്ല, മാഡത്തിന് ഇന്ന് മിറക്കിൾ സംഭവിച്ച് സർജറി ഒഴിവായി. 2,89,000 രൂപ എന്തോ അവിടെ അടച്ചിരുന്ന് സർജറിക്ക് വേണ്ടി. ആ കാശ് തിരിച്ചു വാങ്ങിച്ചത് മാത്രമല്ല, പിറ്റേ ദിവസം ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അവരെ പടമല്ല അവരെ പേര് പേപ്പറിൽ വന്നു. എങ്ങനെയെന്ന് വെച്ചിരുന്നാൽ ഈ വാങ്ങിച്ച പൈസ കൂടെ കുറെ കാശും കൂടെ തികച്ച് കൊണ്ട് ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് സംഘത്തിൽ ഇട്ടിട്ട് പേര് സെക്രട്ടേറിയറ്റിലെ പലരെ പേര് വന്ന കൂട്ടത്തിൽ മാഡത്തിന്റെ പേര് ഒന്ന് ഞാൻ വിളിച്ചപ്പോൾ മാഡം പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ആ കാശ് പോട്ട്, പക്ഷെ എന്റെ ഒരു വാരിയല് പോലും കട്ട് ചെയ്യേണ്ടി വന്നില്ലല്ലേ, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ഇത് പറഞ്ഞു ഭയങ്കര ഈശ്വര വിശ്വാസമൊക്കെയാണ്. എന്നിട്ട് മാഡത്തിന്റെ ആ ഒരു ഇതെന്ന് പറയണത് ഈ ഹോമിയോയിലുള്ള വിശ്വാസം, പ്രത്യേകിച്ച് നമ്മളെ ക്ലിനിക്കില് ഇത്രയും പേഷ്യന്റ് വരുമ്പോൾ അതിലുള്ള വിശ്വാസമാണ് അവർക്ക് ഈ ഹോമിയോ കഴിക്കണമെന്ന് തന്നെ തോന്നിയത്. അപ്പൊ അതിന് കൊടുത്ത മരുന്നും തൂജയാണ്, സിംഗിൾ റെമഡി മാത്രം കൊടുത്തിട്ടുള്ള ആ റെമഡിയിലാണ് ഈ അത്ഭുതം കിട്ടിയത്. എന്നിട്ട് എനിക്ക് അതിലും വലിയ ഒരു സമ്മാനം അവർ തന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അമ്മയും കുഞ്ഞും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തെ ഉള്ളൂരിലെ ഏതോ ഒരു ഹാളിൽ വെച്ചാണ് മന്ത്രി ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം. അപ്പോൾ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ ഇവർ ഹെൽത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയതുകൊണ്ട് പ്രസംഗിക്കണ ആ ഒരു ഇത് വന്ന് അവര് പ്രസംഗിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ മൈക്കിന്റെ പിറകിൽ നിൽക്കുന്നത് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ്, അതും നമ്മളെ ക്ലിനിക്കിലെ ബാലേന്ദ്രൻ ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ടാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. അപ്പം നമ്മളെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിലെ പിന്നെ പല മെഡിക്കൽ ഓഫീസർമാരും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെന്തുവാണ് ചോദിച്ചത്, എന്റെ അടുത്ത് പലരും എന്നെ വിളിച്ച് ചോദിച്ചു മാഡത്തിന് എന്തോ അസുഖമായിരുന്നു. ഞാൻ പറഞ്ഞു അലോപ്പതിക്കാര് കൺസോൾട്ടേഷൻ ഓഫ് റൈറ്റ് ലങ് എന്ന് പറഞ്ഞു, പക്ഷെ എനിക്കത് സിസ്റ്റിക് ഡീജനറേഷൻ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ സിസ്റ്റ് പോകാൻ വേണ്ടി തൂജയാണ് കൊടുത്തതും അത് പോയെന്ന് പറഞ്ഞു. ഒടുവിൽ മാഡത്തിന്റെ ഈ 5 റെക്കോർഡ്സ് അത്രയും വാങ്ങിച്ചിട്ട് ഞാൻ ഇവരുടെ ഗ്രാജുവേറ്റ് അസോസിയേഷനിലെ ക്ലാസ് എടുക്കണ ആ ഇതിൽ പോയി ഇത് അത്രയും കാണിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴേക്ക് നമ്മളെ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് ഭയങ്കര പൊട്ടൻഷ്യലേ കൊടുത്തത്. ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ വളരെ രസമായിട്ട് ഇനി പ്രിൻസിപ്പൽ അല്ലേ ഞാൻ ആരായിരുന്നാലും എനിക്ക് ഒരു ഇതുമില്ല, കാര്യം ഞാൻ ഒരു ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തത് കൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നു. ഇല്ല നിങ്ങളെപ്പോലെ തേച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അവര് മറ്റേ അലോപ്പതിക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 100 ദിവസം അല്ലെങ്കിൽ 1 കൊല്ലം ഇതിനകം അവർ മരിക്കും എന്നാണ്. ഇപ്പൊ ഒരു മിസ് കാൾ കൊടുത്താലും വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം. ഒരു മിസ് കാൾ കൊടുത്തിരുന്ന അയാൾക്ക് എന്ത് ഡോക്ടർ എന്ന് ചോദിക്കുന്ന വിധത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. 2007 നടന്ന സംഭവം ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതാണ് ഹോമിയോപ്പതിയുടെ തൂജ. മനസ്സിലായല്ലേ? മനസ്സിലായി. കൂടുതലൊന്നും അല്ല, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ 6 ഡോസ് എപ്പോഴും സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം? അതല്ല എന്റെ സ്വന്തം, അതൊക്കെ എന്റെ സ്വന്തമാണ്. അതൊന്നും അതില് നമ്മളെ ഫാർമസിയിലൊന്നും പറഞ്ഞിട്ടില്ല, ഫാർമസിയിൽ ഒന്നും പറയില്ല. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം എനിക്ക്. കാര്യം എനിക്ക് ഒരു ഗുരുനാഥനും ഇല്ല, എല്ലാം സ്വന്തമായി എന്റെ യുക്തിയിൽ പറഞ്ഞതും മനസ്സിലാക്കിയതും. അതുകൊണ്ട് എനിക്ക് സിമിലിയസ് കൊണ്ടൊന്നും ഇല്ല. അപ്പൊ ഈ 6 ഡോസ് കൊടുത്തിട്ട് സ്കാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഉടനെ സ്കാൻ ചെയ്ത് നോക്കാം. 6 ഡോസ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡിന്റെ ആ കംപ്ലൈന്റിനാണെങ്കിൽ നമ്മൾ ഈ തൂജയും നേത്രപൂർവ്വം കൂടെ കൊടുക്കും. 3 പ്രാവശ്യം കൊടുത്തതിന് ശേഷമേ അത് നോക്കാൻ പറയുള്ളൂ. 1 പ്രാവശ്യം കൊണ്ട് വ്യത്യാസം വരില്ല. 6 ഡോസ് വെച്ച് 3 ട്രിപ്പ്. 6 ഡോസ് വെച്ച് രാവിലെ രാത്രി 1.5 വിട്ട് 3 ദിവസം അങ്ങനെ കൊടുത്തതിന് ശേഷം തൂജയുടെ ആക്ഷൻ പറയണമെന്ന് പറഞ്ഞാൽ 40 days ആണ്. തൂജ നമ്മളെ മെറ്റീരിയൽ ബുക്കിന്റെ അവസാനം കാണിക്കും. അതൊന്നും ആരും നോക്കൂല. അവര് ഈ ഇപ്പോഴത്തെ പഠിപ്പിച്ച് വേണമെന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ച് കുത്തിപ്പിടിക്കാനാണ് ജോലി.
അത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ അറിയാൻ നോക്കൂല ഇത്. ആ ബുക്കിന്റെ അവസാനം ഒരു മരുന്നിന് ഇത്ര ഡ്യൂറേഷൻ ഉണ്ടെന്നുണ്ട്. ആ ഡ്യൂറേഷൻ നോക്കണം. ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞില്ല, നമ്മളെ കൊറോണ വരണതിന് വേണ്ടി അതിന് മുമ്പേ ഇവിടെ ആഴ്ചാൽബ് കൊടുത്തു തുടങ്ങി. ആഴ്ചാൽബില് പിന്നെ ഇതുണ്ടല്ലേ, നാരങ്ങ ലൈം വാട്ടർ ന്യൂട്രലൈസ് ചെയ്യുന്നുള്ള ഒരുത്തരം പറഞ്ഞു കൊടുത്തിട്ടില്ല. കൂടുതൽ സാജൻ സെക്രട്ടറിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ എടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് പറയണം, അതും കൂടെ പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. അതൊക്കെ നോക്കി ചെയ്താലാണ് കറക്റ്റ് ആവുന്നത്. അല്ല നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നതൊക്കെ ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഡ്യൂറേഷൻ ഇത്ര, ഇത് എനിമിക്കൽ റെമഡീസ് ഇങ്ങനെയുള്ളതൊക്കെ, അതൊക്കെ കുറച്ച് അനുസരിച്ച് നമുക്ക് വൻ വിജയങ്ങൾ കിട്ടും. എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിജയങ്ങളും ഇതേപോലെ. ഞാൻ വേറെ ഒന്നും നോക്കാറില്ല. രോഗിയുടെ അടുത്ത് ഒരു ചിന്തം അവര് പറയണത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്കത് പദാവളി എന്ന് തോന്നണം, അത് ചെയ്യും. ഇപ്പൊ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി അങ്ങനെയുള്ള ഒന്നും നോക്കാറില്ല. നമുക്ക് കാണുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണാമല്ല, ഇത് ഇന്ന ടൈപ്പ് ആണെന്ന്. അത് കണക്കാക്കി ഒരു മരുന്ന് കൊടുക്കും. പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചിന്നുണ്ടോ അതുണ്ടായിട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, പ്രശോഭനൻ ഡോക്ടർ ഇനി അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെ. ഞാൻ ബാലേന്ദ്ര സാറിനെ ഞാൻ വിളിച്ചിരുന്നു. സാറേ, ഞാൻ ഡോക്ടർ പ്രശോഭൻ പാലക്കാട് നിന്ന്. സാറിന് ഞാൻ 1 മാസം മുമ്പ് വിളിച്ചിരുന്നു. മോന്റെ അലോപേഷ്യ സെപ്പിയ കൊടുത്തു, പിന്നെ ബാസിന് കൊടുത്തു. ഇപ്പൊ ഒരു 60% ഹെയർ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ചെറിയ സ്പോട്ട്. ഞാൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ കുറെ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. സാറിന്റെ തൂജ നാട്രമോർ എന്റെ ഒരു പേഷ്യന്റ് ഒരു 125 TSH ഉണ്ടായിരുന്നു. മദ്രാസിലുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ്, ജോലി ചെയ്യുന്നത്. സാറിന് ഇത് പറഞ്ഞു. സാറിന്റെ ഇതിൽ ഞാൻ ആ മറ്റേ ഗ്രൂപ്പിലുണ്ട്, ഫിസിഷ്യൻ ഗ്രൂപ്പിലുണ്ട് സ്ഥിരമായിട്ട്. ഉണ്ട് സ്ഥിരമായിട്ടുണ്ട്. അതെ, ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു 125. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഈ നമ്മൾ ഇതുവരെ ഈ ആവശ്യമില്ലാത്ത ചോദിക്കാനൊക്കെ വല്ല കാര്യം ഉണ്ടെന്ന് തന്നെ ചോദിച്ചു. ഇത് കൊടുക്കുമ്പോ അലോപ്പതിയേക്കാൾ സ്പീഡ് കുറയല്ലേ. നേരത്തെ ഒരു 50-ന് മുകളിൽ വന്നാൽ 50-ന് മുകളിൽ TSH വന്നാൽ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു കേസ് എടുക്കാനായിട്ട്. ഈ കുട്ടിയുടെ ഒരു ബന്ധു വന്നിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയാണ് 125 ഉണ്ട് TSH. ഞാൻ സാറിന്റെ തന്നെ തൂജ വണ്ണം, നാട്രമൂർ വണ്ണം രാവിലെ രാത്രിയിലുമായിട്ട് കൊടുത്തു. 20 ദിവസം ഒരു നന്ദി. കാര്യം ഇത് മനസ്സിലാക്കണം. ഹോമിയോ ഇങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാനെന്നുള്ള, ഇങ്ങനെയും ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെന്ന് ഞാൻ പറയണില്ല, ഇങ്ങനെയും ട്രീറ്റ് ചെയ്യാം. 20 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ TSH ആ കുട്ടിക്ക് 9 ഉള്ളൂ. ഇനിയിപ്പോ രണ്ട് ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനി സാറ് പറഞ്ഞതനുസരിച്ചാണ് 20 ദിവസം കഴിഞ്ഞ് അഗൈൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇപ്പൊ 9 ഉള്ളൂ. ഇതിപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഗ്രൂപ്പിൽ കേൾക്കാല്ലേ, ഇതില് അതെ കേൾക്കാല്ലേ? അതിൽ പറയാം. ഇപ്പൊ ഞാന് പിന്നെ ഒരു തൈറോയിഡിന് ഇതേപോലെ ഒരു കേസ് ഞാൻ പറയണം. ഇത് കേസ് പറയണെന്ന് വെച്ചാൽ, ഇത് പിന്നെ എന്റെ അടുത്ത് ആ കൊറോണയുടെ മുമ്പ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിച്ച് ട്രീറ്റ് ചെയ്യണ ഒരു ഡോക്ടർ, ഒരു അസുഖത്തിന് പേരെഴുതിയാണ് ഹൈപ്പോതൈറോയിഡൈറ്റിസ്. ഇങ്ങനെ ഒരു അസുഖം നമ്മൾ കേട്ടിട്ടൂടെ ഇല്ല. എന്നിട്ട് 15 ദിവസത്തെ കാശിന് 4300 രൂപ. എന്റെ അതിന്റെ ആ ടീച്ചർ ഇപ്പം കൊറോണയുടെ സമയത്ത്, അപ്പൊ ഞാൻ 3 പ്രാവശ്യം മരുന്ന് കൊടുത്ത് നോർമലായപ്പോഴത്തേക്ക് കൊറോണ വന്നവർക്ക് വരാനൊക്കില്ല. ടവറേന്ന് തിരുവനന്തപുരത്ത് വരണം. ഒരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, അപ്പൊ ഞാൻ ഫയലിങ് വാങ്ങിച്ച് ഇപ്പോഴും വന്നപ്പോ ഫയൽ നോക്കിയപ്പോഴാണ് ഈ ഇത് കണ്ട്, ഈ തുക. ഞാൻ പറഞ്ഞ്, ഞാനിപ്പം വാങ്ങിക്കുന്നതൊക്കെ വളരെ തുച്ഛമായ പൈസ, 200-300 ഒക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് അന്ന് 2018. ആ ഇതിൽ വെച്ച് 4300 രൂപ വാങ്ങിക്കുന്നത് എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെതിരാണ്. ഈ നമുക്കൊരു ജർമ്മൻ മെഡിസിന്റെ വില എന്ന് പറയുന്നത് 180-190 രൂപ വിലയുള്ള നമുക്ക് 180-170 കിട്ടും. ആ ഇതിന് ഇങ്ങനെ ലാഭം ഉണ്ടാക്കാൻ ഞാൻ പണ്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. നമ്മളെ അന്ന് ഒരു ബിന്ദു ഒരു ഉണ്ടായിരുന്നു, പുള്ളി ഇവിടെയൊക്കെ നമ്മളെ അസോസിയേഷനൊക്കെ പ്രസംഗിക്കാനും കാര്യമായിട്ട് വരണ ഒരു പാർട്ടിയാണ്. അതും വന്ന അതിലും ഇങ്ങനെ ഞാൻ പറയണം, നമ്മൾ ഈ നമുക്ക് കിട്ടുന്ന വിജയം നമ്മളെ കൂട്ടുകാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്റെ കൂടെ പഠിച്ചവനും എല്ലാം എന്റെ ശിഷ്യന്മാരുണ്ട്. കൂടെ പഠിച്ചവൻ ശിഷ്യനുള്ളത് ആണ്. അതല്ല ഇപ്പോഴത്തെ തൂജയുടെ ഒരു കൂടെ പറഞ്ഞില്ല. ഇപ്പൊ കൊറോണ വാക്സിൻ എടുത്തവരെല്ലാരും കുഴഞ്ഞു വീണ് മരിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഇത്. പക്ഷെ തൂജ കൊടുത്താൽ മരിക്കില്ല. ഞാൻ ഒരുപാട് പ്രൂവ് ചെയ്ത് മെട്രോ ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ ചെന്നൈ മെട്രോയിലെ ഒരു എഞ്ചിനീയർ
29 വയസ്സുള്ള ഒരു പയ്യൻ ഈ തിരുവനന്തപുരം ബാലരാമപുരത്തുള്ളത്, ചെന്നൈ മെട്രോയിൽ വർക്ക് ചെയ്യുന്നു. പുള്ളി 200 സ്റ്റെപ്പ് ദിവസം 3 പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നവന് 10 സ്റ്റെപ്പ് കയറാൻ വയ്യാത്തൊരവസ്ഥ വന്നു ഈ അടുത്ത സമയത്ത്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന്, തിരുവനന്തപുരത്ത് എന്റെ വീട്ടിനടുത്താണ് പുള്ളിയുടെ ഭാര്യ വീട്. അങ്ങനെ അവിടെ വന്നപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഞാൻ കൊടുത്ത മരുന്നെന്ന് പറഞ്ഞാൽ തൂജയും ജൽസീമിയും. ആ തൂജയും ജൽസീമിയും കഴിച്ചതോടുകൂടി രണ്ടാമത്തെ ദിവസം 145 നിന്ന പൾസ് റേറ്റ് 71 കുറഞ്ഞ് ഒടുവിൽ പോയി. ഇപ്പം ചെന്നൈ മെട്രോന്ന് 2-3 എഞ്ചിനീയർമാർ ഇവിടെ വരാനിരിക്കണം. ഞാൻ പറഞ്ഞ എല്ലാം കണ്ടാലേ മരുന്ന് തരുമല്ലോ, എല്ലാം വായിക്കണ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. അപ്പം തൂജയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്തോ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. നമ്പറാ? നമ്പർ പറഞ്ഞിരുന്ന പിന്നെ വിശേഷങ്ങളുണ്ട് എന്നെ പറ്റി. നമ്പർ വിളിച്ച ഫോൺ എടുക്കൂല. പിന്നെ എന്റെ മുംബൈയിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കും, അത്രേ ഉള്ളൂ. എങ്കിലും ഒരു 3 പ്രാവശ്യം ഞാൻ എന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റെ അടുത്ത് പറയുമ്പോൾ 3 മിസ് കാൾ അടിച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. നമ്പർ 9446552561. ആ ഫോണിൽ നിന്ന് സംസാരിക്കണമെന്ന് വെച്ചാൽ അതിൽ ലോഡായില്ല, അതുകൊണ്ടാണ് ഈ ഫോണിൽ നിന്ന് സംസാരിച്ചത്. ഞാൻ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ആ നമ്മളെ നേരത്തെ സംസാരിച്ച ഡോക്ടർ ഉണ്ടല്ലോ പാലക്കാട്. അതെ. ആ പാലക്കാടുള്ള ഞാൻ വിളിച്ചപ്പോൾ സാറ് ഫോൺ എടുത്തു. എന്റെ മരുമകളെ ഫോണിൽ നിന്നാണ് സംസാരിക്കുന്നത്. പുതുപ്പരിയാർ സാറേ, ലാസ്റ്റിലത്തെ 256 കഴിഞ്ഞിട്ട് 2561. പിന്നെ എന്തൊക്കെ സംശയം? ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയം? എങ്ങനെ കൊടുക്കേണ്ട വിധം അത് എങ്ങനെ? പൂജ രാവിലെ 6 മണിക്ക് 7 മണിക്ക് വേണമെങ്കിൽ നേത്രമുറി കൊടുക്കാൻ ഞാൻ പറയും. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പും 2 മണിക്കൂർ ശേഷവും നേത്രമുറി. പിന്നെ ഇതിലൊക്കെ ഒഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡ്രോപ്പ് തന്നെ വേണം, അല്ലാതെ ഈ ഒരു ഡ്രോപ്പ് എടുത്ത് 6 എണ്ണത്തിൽ കലക്കരുത്. കാര്യം അങ്ങനെ നമുക്ക് ഈ ഒത്തിരി ഡോസ് കൂട്ടി കൊടുക്കണം, വൻ വിജയങ്ങളാണ് കിട്ടണം. ഇനി അടുത്തൊരു അവസരം വരുമ്പോഴത്തേക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഈ 43 കൊല്ലത്ത് ഈ ഒരു മണിക്കൂർ ഉണ്ടെന്നും തീരൂല. നല്ല കാര്യം. സാറിന്റെ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കും. ക്ലാസ് കേൾക്കുന്നതോടുകൂടി ഈ ക്ലാസിക്കൽ ഹോമിയോപ്പതിക്കാര് പോകും. ഡോക്ടർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. കാരണം ഡോക്ടർ കാണുന്നില്ലേ. കാരണം ഇന്ന് ബാലേന്ദ്രൻ സാറിനെ വിളിച്ചപ്പോൾ സാർ അന്ന് എന്നോട് പറഞ്ഞു, ശരി ആകട്ടെ, ഞാൻ അടുത്ത ദിവസം തന്നെ പറയാം എന്ന് പറയുകയും, പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ സാർ വേഗത്തിൽ നമുക്ക് ഇന്നത്തേക്ക് തന്നെ വെക്കാമെന്ന് പറയുകയും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പോസ്റ്റർ തയ്യാറാക്കി. പക്ഷെ പോസ്റ്ററിനകത്ത് സാറിന്റെ ഫോൺ നമ്പർ ഉണ്ട്. ഇന്നത്തെ കാര്യം പറയുന്നത്, എനിക്ക് ഈ ആഹാരത്തിൽ യാതൊരു നിയന്ത്രണമില്ലാത്ത ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഈ വയസ്സായെങ്കിൽ. ഈ ഇന്നലെ കുറെ ചോക്ലേറ്റും ആവശ്യമില്ലാത്ത എല്ലാം കൂടെ ഒന്ന് എനിക്കിന്ന് അനങ്ങാൻ പോയാൽ, ഞാൻ ഇന്ന് പനി പിടിച്ചെന്ന് വെച്ചാൽ ഇന്ന് മാറി മാറി ഒരു 4-5 പ്രാവശ്യം ആഴ്ച അല്പം പൾസാറ്റിലെയും എല്ലാം മാറി മാറി കഴിച്ചൊന്ന് വിയർത്തോണ്ടിരിക്കണ ഇപ്പോഴാണ്. ഞാൻ പനി പിടിച്ചിരിക്കുന്ന സമയത്താണ്. എന്തായാലും സാറ് പനിയാണെങ്കിൽ സാറ് ഗംഭീരമാക്കി. പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേ പേരുകൾ പറയുമ്പം അത് ദോഷമായിട്ട് വരുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. സാറ് പേരുള്ള എവിഡൻസ് പറഞ്ഞ് അതെ, അത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ സാറിന് അടുത്തതിൽ നമുക്ക് പേര് ഒഴിവാക്കിക്കളാം. അതുകൊണ്ട് ഇതിനകത്ത് ചെറിയൊരു പേര് ചെറുതായിട്ട് അടിച്ചു പറഞ്ഞാൽ മതി. പേര് നമുക്ക് അടുത്ത പ്രാവശ്യം പറയുമ്പോ പേര് പറയണ്ട. എനിക്ക് അത്ര എവിഡൻസ് ഉണ്ട്. മനോരമാനത്തിന് എനിക്ക് ഒഴിവാക്കാറില്ല. ഞങ്ങൾക്ക് ഇത് വിശ്വാസമാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് അറിവാണല്ലോ. അപ്പൊ അതിനകത്ത് പേര് എഡിറ്റ് ചെയ്യാൻ പറ്റൂലേ ഡോക്ടർ? മാറ്റി കളഞ്ഞാൽ മതി. കാര്യം ഇത് എവിഡൻസ് ആണ്. അതെ, ഇല്ല, അവർക്ക് പ്രോബ്ലം ഉണ്ടാവും ഡോക്ടർ. ഇതിപ്പോ പറയുമ്പോ അവര് പ്രശ്നം ഉണ്ടാക്കുവോ? ഇനിയിപ്പോ ഞാൻ അടുത്ത പറയണ തൂജയെ പറ്റിയത്, അടുത്ത പറയണ തൂജയല്ല, പിന്നെ എറ്റിപ്പിക്കൽ പാർക്കിൻസൺ സിൻഡ്രോം പറയുമ്പോഴത്തേക്കും നമ്മളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യമാണ് പറയണത്. സാറ് ട്രീറ്റ് ചെയ്യുന്ന എല്ലാവരും പേര് പറയാറുണ്ട്. സാറേ, ഞാൻ ചോദിച്ചത്, ഈ പേര് പറയുമ്പോ അവര് പ്രോബ്ലം വല്ലതും ഉണ്ടാക്കുവോ? നമുക്ക് അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് പേര് ഒഴിവാക്കിക്കളാം. അതെ അതെ, സാർ അല്ല, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതെ, പേര് പറയാതെ ഒരു രീതിയിലൊക്കെ പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾക്ക് സാറിന്റെ വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇത് ഈ കേസൊക്കെ പബ്ലിക്കിൽ എവിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക്
നമുക്ക് തിരുവനന്തപുരത്ത് ഞാൻ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ ഹോമിയോപ്പതി ഫ്ലറിഷ് ചെയ്ത സമയമാണ്. ഫ്ലറിഷ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് 50 സ്ഥാപനം ചോദിച്ചാൽ 50 കൊടുത്തിട്ടുള്ള സമയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം വെട്ടി കുറയ്ക്കുന്നതാണ് ഈ പ്ലാനിംഗ് ബോർഡിലെ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി പ്ലാനിംഗ് ബോർഡിലെ സെക്രട്ടറി, പിന്നെ ഡയറക്ടർ ഒരു പോസ്റ്റിലുണ്ട്. ഒരു പേര് അമൃതകുമാരി മാഡം. ഇതേപോലെ ഒരു ദിവസം നമ്മളെ പിന്നെ ക്ലിനിക്ക് അടച്ചു പിന്നെ അവിടെ നമ്മളെ ഫാർമസി വർക്ക് ചെയ്തോണ്ടിരിക്കും. മറ്റേത് 5:30 ആയപ്പോഴത്തേക്ക് നമ്മള് വേറെ ഇതാണ്. അപ്പം വേറെ പലരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവര് വന്ന് പറഞ്ഞു ഒരു OP ടിക്കറ്റ് വേണം. ഞാൻ പറഞ്ഞു ആരെന്നൊന്നും കാണില്ല. അപ്പൊ നമ്മളെ ഹാഫ് ഡോറിനപ്പുറമാണ്. ഞാൻ പറഞ്ഞു അവിടെ പോയി ആ ചീട്ടെടുത്ത് ആദ്യം സമയമൊക്കെ പോയെന്ന് പറഞ്ഞു. ഇവർക്ക് അത്യാവശ്യം വേദന കൊണ്ട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വേല ആ ചീട്ടെടുത്ത് നിങ്ങളെ പേരെഴുതിയിട്ട് നിങ്ങൾ ആ നമ്പറിനെ എടുത്ത് പിന്നെ നിങ്ങൾ ആ ബുക്കിൽ എഴുതി പേര് എഴുതായിട്ട് വരാൻ പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് എന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ എഴിച്ച് നിന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി യാതൊരു VIP ആണെന്നോ. പിന്നെ എന്തായാലും ഇവരെല്ലാം പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഇവര് കുറെ നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കല്ലിന്റെ ആണ്. എനിക്ക് കല്ല് പറ്റില്ല, ഞാൻ വെള്ളം കൊണ്ടു കിടന്ന് കുടിക്കണാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കുടിക്കുന്നതൊക്കെ ശരി, പക്ഷെ ഇവങ്ങനെ പറയാൻ കേട്ടിട്ട് ഇത് കല്ലിന്റെ ആണ് എന്ന് പറഞ്ഞ് ബെർബറസ് വൾഗാരിസ്, ഹൈഡ്രാഞ്ചിയ, ലൈക്കോപോഡിയം ഇത് 3 കൂടെ എഴുതി കൊടുത്തു. ഇവര് 3-ാമത്തെ ദിവസം തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ വന്ന് അപ്പൊ ഈ എന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ എന്റെ സെക്രട്ടേറിയറ്റ് ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ കൂടെ വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇരുന്ന സമയത്ത് തന്നെ ഇവര് വന്ന് പുള്ളി ചാടി അടിച്ച് നിന്നു. പിന്നെ ഇവര് ബാഗ് തുറന്ന് ഒരു പൊതി ഇങ്ങെടുത്ത് വെളിയിൽ വെച്ചിട്ട് 3 കല്ലില്ല. ഞാൻ പറഞ്ഞു മാഡത്തിന് കല്ലില്ലെന്നല്ലേ പറഞ്ഞു, ഇപ്പം വന്നാണ്. അപ്പൊ ഇനിയും കാണുമെന്ന് പറഞ്ഞ് ഈ പുള്ളി തന്നെ നമ്മളെ കിഴക്കേക്കോട്ട ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്യിപ്പിച്ചു. കാര്യം സ്കാൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു. സ്കാൻ ചെയ്ത് വന്നപ്പോഴേക്ക് 3 കല്ല് വീണ്ടും ഉണ്ട്. അതിന് മരുന്നൊക്കെ കൊടുത്ത് തിരിച്ചു. പിന്നെ ഈ ഇതൊക്കെ വരട്ടൊക്കെ പറഞ്ഞെങ്കിലും അവസാനം വലിയ ഫ്രണ്ട്ഷിപ്പായി. പിന്നെ ആ സമയത്താണ് നമുക്കൊരു 50 ഡിസ്പെൻസറി ഹോമിയോ ഇത് വന്നു. അത് 50 കിട്ടി ഒറ്റ അതിൽ. അപ്പൊ അത് അവിടെ ഇരുന്ന് പ്രയോജനപ്പെട്ടാൽ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടും. ഇപ്പൊ അവിടെ ഇരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും നമ്മളെ ഈ 2007 റിട്ടയർ ചെയ്തെങ്കിൽ ഇന്നും ജനം നമ്മളെ മറന്നിട്ടില്ല. പിന്നെ എന്തായാലും വളരെ രസാവഹമായ ക്ലാസ് ആയിരുന്നു, അതുപോലെ ഇൻഫോർമേറ്റീവും. ഇപ്പൊ സാറിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. സാറിന് 10-43 കൊല്ലത്തെ ഇതില്ലേ എല്ലാം ഇതുപോലെ എല്ലാം ഞാൻ പറയില്ല തരികിട പ്രാക്ടീസുകളാണ്. അല്ലാതെ ബുക്ക് നോക്കിയിട്ട് മറ്റേ സിംറ്റം നോക്കി മറ്റേ പ്രിപ്പറേറ്ററൈസ് ചെയ്ത റൂബറിക് എടുക്കണമെന്നും പരിപാടി ഇല്ല. അപ്പൊ സാറ് ധൃതി പിടിക്കുകയുണ്ട, ഞങ്ങള് റെഡി. ഡോക്ടറോടെ പഠിച്ച ഫിലോമിന ഡിസിൽവയുടെ ബ്രദറാണ്. ഏതായിരുന്നാലും ഉഗ്രൻ ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഏതായിരുന്നാലും ഉഗ്രനായിരുന്നു, ഭയങ്കര അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏതാണ് വളരെ സരസമായിട്ട് സാറ് അവതരിപ്പിക്കുകയും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വലിയ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് എഴുതിയെടുക്കണമെന്നുണ്ട്. ഒക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ പറ്റും. താങ്ക് യു. പറ്റും. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സാറൊന്ന് കയറാനും കുറച്ച് താമസിച്ചില്ലേ. അപ്പൊ ഡോക്ടറെ ജസ്റ്റ് എളുപ്പം ഒന്ന് ചോദിച്ചോളൂ, എന്താണ്? ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ സംശയം ചോദിച്ചത്, പാൽപിറ്റേഷന് സാറ് തൂജയും ജൽസിമിയും കൊടുത്തെന്ന് പറഞ്ഞു. അതും ഈ തൂജ 1 mm ജൽസീമിയം 1 mm അങ്ങനെയാണോ? വല്ല ആരൊക്കെയാ പിന്നെ ഇതിലൊക്കെ കൊടുക്കുമ്പോഴേ ഞാൻ ലോ പൊട്ടൻസി കൊടുക്കുള്ളൂ. എല്ലാം ബാക്കി എല്ലാം മനുഷ്യനോട് എല്ലാം ഹൈ പൊട്ടൻസി. കാര്യം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയത് എല്ലാം മിക്കവാറും ഉള്ള ഇത് തന്നെ. പിന്നെ ക്യാൻസർ പേഷ്യന്റിന് ഒരു സ്റ്റേജ് കഴിഞ്ഞ നല്ല വരുമ്പോൾ ലോ പൊട്ടൻസി കൊടുക്കും. ലോ പൊട്ടൻസി 30 ഒക്കെ നല്ല ആക്ഷൻ ആണ്. ക്യാൻസറിനൊക്കെ തൂജയൊക്കെ വളരെ അടുത്ത് തന്നെ, വളരെ അടുത്ത സമയത്ത് എനിക്ക് വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു ക്യാൻസർ അതിന് മരുന്ന് കൊടുത്ത് അങ്ങനെ അതിന്റെ വെയിറ്റ് ചെയ്തിരിക്കുകയും. കാര്യം സെറിബ്രലും അല്ല, ഒന്നിച്ച് പിന്നെ സർജറി ചെയ്യാനോ റേഡിയേഷൻ കൊടുക്കാനോ ഒക്കാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു ഇതിന് 30 കൊടുക്കുന്നെങ്കിൽ എത്ര ഡോസ്? അങ്ങനെ 30 രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ ഒരു ദിവസം 3 ട്രൈസ് നമ്മൾ TDS ആയിട്ട് കൊടുക്കും. 2-3 മരുന്നായിട്ടാണ്. 2-3 ചില അവസരത്തിൽ 4 മരുന്ന് വരെ കൊടുത്തിട്ടുള്ള ഇതിൽ കൊടുത്തിട്ട് അതിന്റെ പ്രയോജനം കിട്ടുമ്പോ നമുക്ക് പിന്നെ അത് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. മാഡം ജസ്റ്റ് ഒന്ന് ചോദിച്ച് സാറിന് നന്ദി കൂടെ പറയണേ. മാഡം എന്റെ വളരെ ഡോക്ടറെ
നാളെ ഇതെല്ലാം കേട്ടോണ്ടെന്നാ. ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഇത് തൂജോപതിയാണ് ഡോക്ടർ. തൂജോപതി. മാഡം ഒരു കാര്യമുണ്ട്, മോർച്ചറിയിൽ നിന്ന് 2 വരെ ജീവിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മളെ തൂജ ഒട്ടും മോശമല്ലല്ലേ. അതെ, ഒരുപാട് നന്ദി ഡോക്ടറെ. അനുഭവങ്ങള് ഹാർട്ട് കംപ്ലൈന്റിനും തൈറോയിഡിനും ഒക്കെ ഡോക്ടർ പ്രോട്ടോകോൾ കൊടുത്തിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അത് പറയാന്ന് വിചാരിച്ചത് നാനോ നിയോയില് ക്ലാസ്സിന് വരെ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്തതാ. ഇപ്പൊ ഡോക്ടർ അത് വരാൻ ഒരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ ആ ഗ്രൂപ്പില് ആർക്കാ ഇത് കൊടുത്തിട്ടുള്ള ഇഫക്ട് ഇട്ടിട്ടുണ്ടല്ലേ, ഇന്നും ഇട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ അലോപ്പതിയേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹോമിയോയിൽ ഇത് ഈ കോമ്പിനേഷൻ കൊള്ളാന്ന് തോന്നുന്നു. ഒരു ചോദ്യമില്ല, ഒന്നുമില്ല, ആര് കൊടുത്താലും മരുന്ന്. അതെ അതെ. മാഡം നന്ദി. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന നന്ദിയും കൂടെ ഒന്ന് പറയണേ. പേരിലും ഓരോരുത്തരുടെ പേരിലുള്ള ഇതില് പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലുമുള്ള അഗൈതവമായ ഹൃദയംഗമായ എന്താ പറയുക, സന്തോഷം. കാര്യം എന്റെ ഈ ബ്ലണ്ടർ കേൾക്കാൻ ഇത്രയും നല്ല റിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഈ ബ്ലണ്ടർ കേൾക്കണം എന്നുള്ള, പക്ഷെ ബ്ലണ്ടർ കിട്ടുന്ന അനുഭവമുണ്ട് ഈ റൂമിൽ. എല്ലാരും ഇന്ന് അതുകൊണ്ട് നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. 121 പേരോളം ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സില്. പിന്നെ എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മാഡം പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ ഗ്രൂപ്പിന്റെ ലീഡറാണ്, അപ്പൊ എന്തായാലും അതിലുള്ള ഒരുപാട് പേര് ഇതിലുണ്ടായിരിക്കും. 121 പേര് ക്ലാസ്സിലുണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇന്നൊരു തിരക്ക് തന്നെയായിരുന്നു. ആ ഗ്രൂപ്പിന്റെ കൂടെ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്യും. അതാണ് അതിന്റെ രസം. എന്തായാലും വളരെ നല്ല ക്ലാസ്, അറിവ് പകരുന്നതും തമാശ നിറഞ്ഞതുമായ ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും അതിന് കാരണഭൂതനായ ധനേഷ് ഡോക്ടർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തിയാണ്. ആദ്യം ഞാൻ ഒഴിവായി. എനിക്ക് എനിക്ക് ഈ പബ്ലിക് സ്പീക്കർ ഒന്നും വലിയ പിടിയില്ല. പബ്ലിക് സ്പീക്കർ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ഈ അടുത്ത സമയം തന്നെ. ഇത് പബ്ലിക് സ്പീക്കർ അല്ല സാറ്, സാറിന്റെ ഹൃദയം തുറന്നുള്ള സംസാരമാണ്. ഞങ്ങൾക്ക് അത് കേട്ടാ മതി. ഡോക്ടർ ഒരു കാര്യമുണ്ട്, ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മളെ ഏഷ്യാനെറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ, അത് ഞാൻ പേര് പറയണില്ല, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. അപ്പൊ എന്റെ വീട്ടിലെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഒരൊറ്റ ലുങ്കിയിലാണ് നിൽക്കുന്നത്. എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഡോക്ടർ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ 3 മണിക്ക് വരും അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ഇരുന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അകത്തുനിന്ന് അപ്പൊ ചെടിയൊക്കെ വെട്ടി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി വിചാരിച്ച് ഗാർഡനറാണ്. ഞാൻ അകത്ത് കയറി പിന്നെ കുളിച്ച ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് ഡോക്ടർ തന്നെയാണ്. ഞാൻ ഇപ്പൊ എന്തിനാണ്. അപ്പോൾ പുള്ളി അകത്ത് കയറിയിട്ട് എൻ്റെ അടുത്ത് പിന്നെ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ അല്ല ഒരു ഫയൽ എടുത്ത് തുറന്നപ്പം ഫയലിനകത്ത് നിറച്ച് കുറെ വന്നു. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്? വാസന ഐക്കറില് അതും പേരെടുത്ത് പറഞ്ഞു. ഒരു അല്ല അതില് ചികിത്സിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും കാണണ്ട, നിങ്ങൾ അവിടെ കുറയാത്തോണ്ടാണല്ലോ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ നിങ്ങളുടെ അസുഖം പറയാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ ചെവറിൽ ഇങ്ങനെ ഒരു കണ്ണടച്ചിട്ട് ചെവറിൽ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം കാണാം, പക്ഷെ രണ്ടാമത്തെ കണ്ണടച്ചിട്ട് വലത്തെ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് സ്വിച്ച് കണ്ടൂടെ ബാക്കിയുള്ള കാണും. ഇത്രയും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിറ്റാച്ച്മെന്റ് ഓഫ് റെറ്റിന, അതും സെൻട്രൽ പാർട്ട് പോകുമ്പോഴാണ് ഈ സിംറ്റം വരണം. ഇത് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഇത് അച്ഛൻ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് വന്നിട്ടുണ്ടോ ചോദിക്കുന്ന കാര്യം നമുക്ക് അസുഖം മനസ്സിലായില്ലേ, പിന്നെ ഈ കേസ് ടേക്കിംഗ് ഒന്നുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ 6 ഡോസ് സിംപൈറ്റം 6 ഡോസ് കൊടുത്ത് പിന്നെ റൂട്ട 6 ഡോസ് കൊടുത്തു. റൂട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യം റൂട്ട കൊടുത്ത് സിംപൈറ്റം കൊടുത്തിട്ട് വിട്ട്. പക്ഷെ പുള്ളി ഞാൻ പറഞ്ഞ 20 ദിവസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു. പക്ഷെ 20 ദിവസം എന്ന് പറഞ്ഞാൽ പുള്ളി അതിന്റെ പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞു ഇതാണ് ഹോമിയോപ്പതി. അപ്പൊ ഇങ്ങനെ ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പേര് പോലും ചോദിക്കാറില്ല, പേരും വയസ്സും കൂടെ ചോദിക്കാത്തൊരു ഡോക്ടറാണ്. അപ്പൊ ഞാൻ പിന്നെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോഴേ ഇത് പറഞ്ഞപ്പോ എനിക്ക് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ 20 ദിവസം കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞു. ഇന്ന് വന്നത് ഞാൻ ഏഷ്യാനെറ്റിന്റെ ഇന്ന ആളാണ്, ഡോക്ടർ ലൈവിന് സ്മിത എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ 2 ദിവസം പിന്നെ ഈ സ്മിത എന്നാണ് ചെയ്യുന്നത്. സ്മിത എന്ന് പറയുന്നത് പഴയ ആന്റണി നമ്മളെ മുഖ്യമന്ത്രി ആന്റണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകളാണ്. ഒരു സോമൻ നാടാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ മകളാണ് ഈ സ്മിത. സ്മിതയാണ് 2 ദിവസം. അപ്പൊ സ്മിത എന്നെ ഡോക്ടർ ലൈവ് അവതരിപ്പിക്കാനായിട്ട് പല പ്രാവശ്യം വിളിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ ബ്രെയിനിലെ ട്യൂമറൊക്കെ പോയി ഇപ്പൊ ആശാൻ നേരെ നടക്കുന്നത്, പിന്നെ എന്നെ പൊക്കിയത് കാണിക്കുന്നത് എന്താണ്, അതുകൊണ്ട് ആ പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വീണ്ടും വിളിക്കാം. അപ്പൊ എന്റെ സ്വഭാവത്തിൽ വെച്ചാൽ ഈ സംസാരത്തിൽ ഈ തനി ഈ പോലീസ് സ്റ്റേഷനിലെ ഭാഷ വരും സംസാരത്തിൽ. രോഗിരുത്താനും പറയും, പള്ളി വിളിക്കുന്നതിന് യാതൊരു ഇതായതുമില്ല. അപ്പൊ ഈ ഇങ്ങേര് പറഞ്ഞ് അത് ഞങ്ങൾ ഊത്തടിച്ച് മാറ്റിച്ചോളാം, ഡോക്ടർ വരണം. ഞാൻ പറഞ്ഞു സാറിന്റെ കാഴ്ച കഴിഞ്ഞില്ലേ, 20 ദിവസം കഴിഞ്ഞില്ലേ വരണം, എപ്പോഴും വന്നാൽ മതി, എന്നെ ഇനി അവിടെ പൊക്കി കാണിക്കാനും വേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവായി. ഈ ഒരു സ്വഭാവമാണ് എനിക്ക്. അതില്
അങ്ങനെ അത്ഭുതങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. പിന്നെ എന്നിട്ട് ഞാൻ പറയും, കണ്ണിന് സിംപൈറ്റ് ഒന്നിനെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് തന്നെ യേശു ക്രിസ്തുവാണ് കുരുടന് കാഴ്ച കിട്ടിയിട്ടെന്ന് പറയും. നമ്മളെ സിംപൈറ്റും കുരുടന് കാഴ്ച കൊടുത്തിട്ടുണ്ട്. കാര്യം ടോട്ടൽ ബ്ലൈൻഡ്നെസ് എന്ന് നിംഹാൻസ് ബാംഗ്ലൂർ എഴുതിയിട്ടുള്ള കേസിൽ കാഴ്ച കിട്ടിയിട്ടുണ്ട്. അതും ആളിനെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ബ്രൈറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലുണ്ട്, ബ്രൈറ്റ് ഹോട്ടൽ ആറ്റിങ്ങലിനപ്പുറം. ആ ഹോട്ടലിന്റെ മാനേജർ രണ്ടാമത്തെ കുട്ടി. സാറിനെപ്പോ ഉള്ളവർ ഇങ്ങനെ ഈ ഏഷ്യാനെറ്റിലൊക്കെ പോവാണെങ്കിൽ ഒരു ഗുണം എന്താണെന്നറിയോ, ഇത് ഹോമിയോപ്പതിയിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ ഉണ്ടെന്ന് കൂടുതൽ പേര് അറിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര ഒരു കാര്യം 74-ലെ എന്റെ ജോലി എന്ന് പറയുന്നത്, എന്റെ ജോലി ഞാൻ ജോയിൻ ചെയ്യാൻ എന്നെ സമ്മതിക്കാത്ത എന്റെ ജോലി എന്ന് പറയുന്നത് പിന്നെ സബ് ഇൻസ്പെക്ടർ പോലീസിലെ 72ാമത്തെ റാങ്ക് ആയിരുന്നു. അതിൽ കയറാൻ എന്നെ സമ്മതിച്ചില്ല. എന്റെ പാരമ്പര്യം വൈദ്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ അമ്മ ഒറ്റ നിർബന്ധത്തിലാണ് എന്നാ ഹോമിയോ പഠിക്കാം, ആയുർവേദം വയ്യ, എണ്ണയൊന്നും പിടിക്കാനും രോഗിനെ പുറത്ത് പിടിക്കാനൊന്നും വയ്യാത്തുള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി വന്ന്. പിന്നെ ഉള്ള കാര്യം പറയാം, എന്റെ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള പുള്ളിയെ കാണാൻ ഡെയിലി പോയതുകൊണ്ടും ഡെയിലി അറ്റൻഡൻസ് കിട്ടി ഹോമിയോ പഠിക്കുകയും ചെയ്തു. പുള്ളിയാണ് എന്റെ ഗൈഡ്. നമ്മുടെ ഗ്രൂപ്പിലെല്ലാം അറിയാതെ. ഓക്കെ സാറേ, നമ്മളെ സമയം 10 മിനിറ്റ് അധികമായി. 10 മിനിറ്റ് അധികം തന്നു. കാര്യം ഞാൻ 10 മിനിറ്റ് കയറാൻ താമസിച്ചിട്ട് 10 മിനിറ്റ് കൂടെ തന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഇതേപോലെ അടുത്തിട്ടുണ്ടാവും. ഒരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് സാറേ. നാളെ മുതൽ നമ്മുടെ സൂമിന്റെ സമയം 9:30 മുതൽ 10:30 വരെയാണ് മലയാള സൂം. 9:30 മുതൽ 10:30 വരെ. അത് നാളെ ആഗസ്റ്റ് 1 മുതൽ ഉള്ള ഒരു പ്രത്യേക അറിയിപ്പാണ്. കാരണം എല്ലാവർക്കും ഇപ്പൊ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സാറേ, അപ്പൊ വളരെ സന്തോഷം, നന്ദി. സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തീർച്ചയായും സമയം കിട്ടി ആരോഗ്യം ശരിയാക്കി എത്തിയിരിക്കും. ഗുഡ് നൈറ്റ്. സാറിന് പ്രത്യേക നന്ദി. ബാക്കി കാര്യങ്ങൾ ഫോണിൽ പറയാം. സാറിന് പ്രത്യേക